ഖുർആനിലെ സ്ത്രീ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഗ്രാമത്തിൽ ആ നാട്ടുകാരെല്ലാവരും കൂടി അവരുടെ ഗ്രാമത്തിൽ ഒരു ശില്പം പണിയണം എന്ന് ആഗ്രഹിച്ചു. വിദേശികളായ ടൂറിസ്റ്റുകൾ തങ്ങളുടെ നാട് കാണാൻ വരുമ്പോൾ അവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു നല്ല ശില്പം, ഒരു പ്രതിമ അവരുടെ ഗ്രാമ മധ്യത്തിൽ സ്ഥാപിക്കണമെന്ന് തദ്ദേശവാസികൾ ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം ആ നാട്ടിലെ പ്രശസ്തനായ ഒരു ശില്പിയെ ശില്പം പണിയാൻ ഏൽപ്പിക്കുകയും പണി പൂർത്തിയായ ശേഷം അദ്ദേഹം അവരെ വിവരമറിയിച്ചത് പ്രകാരം ആ ശില്പം അവരുടെ നാട്ടിൽ സ്ഥാപിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ച് അതിന്റെ വിശിഷ്ടാതിഥിയെയും ക്ഷണിച്ച് ആ ശില്പം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമെത്തി. സാധാരണയായി നമുക്കറിയാം, ഒരു ശില്പം അനാച്ഛാദനം ചെയ്യുമ്പോൾ കറുത്ത തുണി കൊണ്ടത് മൂടിയിട്ടിരിക്കും. അതിന്റെ മൂടി മാറ്റി പൊതുജനങ്ങൾക്ക് കാണാൻ കൊടുക്കുന്നതോടുകൂടെയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. നാടും നാട്ടാരും എല്ലാവരും ഒരുമിച്ച് കൂടി ശില്പം ഉദ്ഘാടനം ചെയ്യാൻ വിശിഷ്ടാതിഥിയുമെത്തി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ മൂടിയിട്ടിരിക്കുന്ന ശില്പം മൂടിയിട്ട തുണി മാറ്റിയപ്പോൾ ഉദ്ഘാടന ദിവസം ശില്പം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് മൂടിയിട്ട ശീല മാറ്റിയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. കാരണം അത്രയേറെ അശ്ലീലമായിരുന്ന ഒരു ശില്പമായിരുന്നു അദ്ദേഹം കുത്തിവെച്ചത്. എല്ലാവരും ആ ശില്പിക്കെതിരെ കല്ലെറിയാൻ തുടങ്ങി. വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ ശില്പി പറഞ്ഞു, ആ ശില്പം മറ്റൊന്നുമായിരുന്നില്ല, ഒരു സ്ത്രീ അവളുടെ ഇരുസ്തനങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ഒരു വൃദ്ധനും ഒരു കൊച്ചുകുട്ടിയും മുലപ്പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശില്പമാണ് അദ്ദേഹം പണിത് വെച്ചത്. ഓരോ നാട്ടിലും ഓരോ ശില്പങ്ങൾ നമുക്ക് കാണാം. ശംഖുമുഖത്ത് പോയ കാനായി കുഞ്ഞിരാമന്റെ ശില്പം കാണാം. അതേപോലെ ഒരു സ്ത്രീയുടെ ഇരുസ്തനങ്ങളിൽ നിന്ന്, അവളുടെ ഇരുമാറിടങ്ങളിൽ നിന്ന് ഒരു വൃദ്ധനും ഒരു കൊച്ചുകുട്ടിയും ഒരേ സമയത്ത് മുലപ്പാല് കുടിച്ചുകൊണ്ട് നിന്ന് ശില്പം പണിത ശില്പിക്ക് നേരെ ആളുകൾ വിമർശനത്തിന്റെ കൂരമ്പുകൾ അയച്ചപ്പോ സ്ത്രീയെ അപമാനിച്ചു എന്ന വാദഗതിയുമായി ആളുകൾ മുമ്പോട്ട് വന്നപ്പോ ഇപ്പൊ നിയമസഭയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഒരു ഭരണപക്ഷ MLA സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്തോ പ്രസ്താവന നടത്തിയെന്ന് ഫ്ലാഷ് ന്യൂസിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ എന്താന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ രംഗത്തു വന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പത്ര ഈ ശില്പത്തിലൂടെ ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ലോകത്തോട് പറയാനാണ് ഞാൻ ഈ ശില്പത്തിലൂടെ ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇരുമാറിടങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഇരുസ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ഒരു വൃദ്ധനും ഒരു കൊച്ചു കുഞ്ഞും മുലപ്പാല് കുടിച്ചാൽ അതിന്റെ അർത്ഥം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തളർന്നുപോയ തലമുറയെയും വരാനിരിക്കുന്ന വളരുന്ന തലമുറയെയും ഒരേപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഒരു ജന്മമാണ് സ്ത്രീ. വളരുന്ന തലമുറയെയും തളർന്നുപോയ തലമുറയെയും, അതാണ് വൃദ്ധനും കൊച്ചുകുട്ടിയും സൂചിപ്പിക്കുക. അവരെ ലോകത്ത് നിലനിർത്താൻ കഴിയുന്ന പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ ലോകത്ത് സൃഷ്ടിച്ച അമൂല്യമായ ഒരു സൃഷ്ടിപ്പാണ് സ്ത്രീ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ സ്ത്രീ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ അതിനു മുമ്പ് ലോകം സ്ത്രീക്ക് കൊടുക്കുന്ന നിർവചനം എന്നാണ് നാം അറിയേണ്ടതുണ്ട്. സ്ത്രീ എന്ന ഒരു വിഷയം തന്നെ ഏറ്റവും സങ്കീർണമായൊരു പരാമർശ വിധേയമാണ്. എന്താണ് സ്ത്രീ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്നേവരെ ലോകത്തെല്ലാവർക്കും ഒരു ഏകാഭിപ്രായമില്ല. ആരാണ് സ്ത്രീ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നവരെല്ലാം പറയുന്ന ഉത്തരങ്ങൾ വിഭിന്നമാണ്. ആരാണ് സ്ത്രീ എന്ന് ചോദിച്ചാൽ പാടിയാലും പാടിയാലും തീരാത്ത കവിതയാണ് സ്ത്രീ എന്ന കവിമാർ. എത്ര എഴുതിയാലും തീരാത്ത പ്രപഞ്ചത്തിന്റെ ഉല്ലുതരം ഉജ്ജ്വലമായ പ്രമേയമാണ് സ്ത്രീ എന്ന് എഴുത്തുകാർ. എത്ര വരച്ചാലും തീരാത്ത പ്രപഞ്ചത്തിന്റെ സ്നിഗ്ധലയ താളമാണ് സ്ത്രീ എന്ന് ചിത്രകാരന്മാർ. ലോകത്തെല്ലാവരും സ്ത്രീയെക്കുറിച്ച് പറയാൻ മത്സരിക്കുമ്പോ, സ്ത്രീയെക്കുറിച്ച് നിർവചിക്കാൻ മത്സരിക്കുമ്പോ, ആരാണ് സ്ത്രീ എന്ന് പറയാൻ മനുഷ്യന്റെ മുഴുവനും എല്ലാ നാടകങ്ങളുടെയും കേന്ദ്ര കഥാപാത്രം പെണ്ണാണ്.
എല്ലാ സീരിയലുകളുടെയും കേന്ദ്ര കഥാപാത്രം പെണ്ണാണ്. എല്ലാ സിനിമകളുടെയും ഇതിവൃത്തം പെണ്ണിന്റെ കണ്ണുനീരാണ്. ലോകം പറഞ്ഞ് പെണ്ണിനെ എവിടം വരെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ 30 പൈസ പോലും വിലയില്ലാത്തൊരു തീപ്പെട്ടി ഏതെങ്കിലും ഒരു പുരുഷൻ വാങ്ങിക്കണമെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് പാതി വസ്ത്രമെടുത്ത ഒരു പെണ്ണിന്റെ ചിത്രം വേണമെന്ന് പറയുന്ന ഉപഭോഗ ബോധത്തിലേക്ക് ലോകം പെണ്ണിനെ വിൽപ്പന ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞു. നാൽക്കവലകളിലെ പരസ്യപ്പലകകളിൽ അർദ്ധനാരി ഉണ്ടെങ്കിലേ അവരുടെ സെൻസേഷനുകൾ കൂടുകയുള്ളൂ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാക്കി ലോകം മാറ്റിയത് പെണ്ണിനെയാണ്. ആ പെണ്ണ് എന്ന് പറയുന്ന എല്ലാവരാലും അവമതിക്കപ്പെടുന്ന, എവിടെയും പീഡിപ്പിക്കപ്പെടുന്ന, എവിടെയും സമൂഹത്തിന്റെ പാർശ്വഭാഗത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സങ്കീർണതകളിൽ സങ്കീർണ നിറഞ്ഞ ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞ സ്ത്രീ യഥാർത്ഥ നിർവചനം എന്താണ് നാം അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുർആൻ സ്ത്രീയെ കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യുന്ന കേൾവിയാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവരും സ്ത്രീകളെ കുറിച്ച് വളരെ വാചാലമായി പറയുന്നുണ്ട്. യഥാർത്ഥ സ്ത്രീ ആരാണ്? സ്ത്രീ 1-ാം ദിവസം അതിഥിയും 2-ാം ദിവസം ഭാര്യയും 3-ാം ദിവസം ഭാരവുമാണ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ അഭിപ്രായ പ്രകാരം സ്ത്രീ 1-ാം ദിവസം അതിഥി, 2-ാം ദിവസം ഭാര്യ, 3-ാം ദിവസം ശല്യമാണ്. പട്ടിയെയും സ്ത്രീയെയും എത്രത്തോളം തല്ലാമോ അത്രത്തോളം നിങ്ങൾ തല്ലണമെന്ന് പറഞ്ഞത് കെല്ലറാണ്. ലോകത്ത് എത്രയെത്രയോ ആളുകൾ സ്ത്രീയെ കുറിച്ച് നിർവചനം പറഞ്ഞാൽ തന്നെ നാവുകൾ മാറുകയില്ല. ലോകത്തെല്ലാവരും സ്ത്രീയെ കുറിച്ച് വളരെ വിശാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാര് പ്രസാദിക്കുമെന്നാണ് ഹൈന്ദവതയുടെ പുരാണം. എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാരുടെ പ്രസാദ സ്ഥാനമാണെന്നാണ് ആർഷഭാരതത്തിന്റെ ദർശനം ലോകത്തോട് പറഞ്ഞത്. മാതൃദേവോ ഭവ, മാതാവിനെ ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ, മാതാവിനെ ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ ലോകത്ത് ധാരാളം സ്ത്രീകളെ പുരാണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ധാരാളം പുരാണങ്ങളെ ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. സ്വന്തം ഭർത്താവായ ധൃതരാഷ്ട്രരുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ എന്റെ ഭർത്താവ് കാണാത്തതൊന്നും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കറുത്ത തുണി കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയ ഗാന്ധാരിയെ ഇതിഹാസമാണ് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്തത്. ഭർത്താവ് ചാരിത്രശുദ്ധിയിൽ ഭയന്നപ്പോ ഭൂമി പിളർന്നിക്ക് താഴേക്ക് ഭൂമിയുടെ ഉള്ളിലോട്ട് കടന്നുപോയ സീതാദേവി രാമായണത്തിന്റെ കഥാപാത്രമാണ്. നാളെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചാൽ നിന്റെ ഭർത്താവ് തലപൊട്ടിച്ചിതറുമെന്ന് മഹർഷി ശപിച്ചപ്പോൾ ആ ഭർത്താവിന്റെ മരണം തടയാൻ ധ്യാനം ചെയ്തിട്ട് സൂര്യബന്ധന മന്ത്രം നടത്തിയ സൂര്യബന്ധന മന്ത്രത്തിലൂടെ സൂര്യന്റെ അസ്തമനം പോലും തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ശീലാവതി പുരാണം ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത സ്ത്രീകളുടെ കഥാപാത്രത്തിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. പാർവതി ഹൈന്ദവരുടെ പ്രമാണപ്രകാരം പരമശിവന്റെ വലതുഭാഗത്ത് പാർവതി ഇരുന്നാലേ പരമശിവന് നിഗ്രഹത്തിന് ശക്തി ഉണ്ടാകൂ എന്നതാണ് ഹൈന്ദവതയുടെ സന്ദേശം. ഞാൻ ഈ പറയുന്നത് ലോകത്ത് മുഴുവന് സ്ത്രീകളെ, ലോകത്തിന്റെ മുഴുവന് മഗ്ദലന മറിയം, കന്യാമറിയം ബൈബിളിന്റെ സംഭാവനയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് സ്ത്രീ ആരാണ് എന്ന് ലോകത്തോട് പറഞ്ഞുകൊടുത്ത, എന്താണ് സ്ത്രീ എന്ന് പറഞ്ഞ, പിതോ രക്ഷതി കൗമാരെ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. മനു മഹർഷിയോട് ആരോ ചോദിച്ചു, ആരാണ് സ്ത്രീ? ആ ചോദ്യത്തിന് മനു പറഞ്ഞ മറുപടി ഇതായിരുന്നു. ഇവിടെയാണ് ഞാനും എന്റെ സഹോദരങ്ങളെ ഖുർആൻ പറഞ്ഞ സ്ത്രീ ആരാണെന്നറിയണമെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചു വീടുന്ന കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോടെ കുടിച്ചുമൂടിയ, പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ, മക്കാമണലാരുണ്യത്തിന്റെ ചുട്ടുപെടുത്ത് കിടക്കുന്ന മണൽത്തരികൾ പോലും കഥനം കൊണ്ട് കണ്ണുകൾ മുഴുവനും അടച്ചുപോയ ഒരു പെണ്ണിന്റെ നിലവിളി കേൾക്കാൻ പോലും അവളുടെ പുഞ്ചിരി കേൾക്കാൻ മക്കാ ഭൂഖണ്ഡത്തിന് കഴിയാതിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ജനിച്ച പെണ്ണിനെ മുഴുവൻ ജീവനോടെ കുഴിച്ചു മൂടുമ്പോ
പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞാൽ പിന്നീട് മക്കാ കുഫാറുകളുടെ ചിന്ത എന്താണെന്നറിയുമോ അംയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അപമാനം ഭയന്നിട്ട് അപമാനം പേറി ഈ പെണ്ണിനെ വളർത്തണോ അതല്ല ജീവനോടെ അവളെ മണൽത്തിട്ടയിൽ കുഴിച്ചിടണമോ എന്ന് ആലോചിച്ചുകൊണ്ട് മക്കാ ഖുറൈശികൾ നടക്കുമ്പോ ഒരു പെണ്ണിന് ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുമ്പോ ഒരു പെണ്ണ് ജനിച്ചു എന്നറിഞ്ഞാൽ അപമാനത്തോടെ തലകുനിച്ചു നടക്കുന്ന മക്കാ ഖുറൈശികളോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുമോ ഒരു സുപ്രഭാതത്തിന്റെ പുലർച്ചെ കാലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കാൻ തന്റെ മുമ്പിൽ സാഗൂതം കാത്തു നിൽക്കുന്ന തന്റെ അനുയായികളോട് അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു പത്രേ അല്ലാഹുവിന്റെ തിരുദൂതര് ചോദിച്ചു പത്രേ അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ ഒരു മനുഷ്യനവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധി ഏതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ നിധി ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോ സ്നേഹത്തോടെ വല്ലാത്ത ആകാംക്ഷയോടെ സഹാബത്ത് പറഞ്ഞു പത്രേ തങ്ങളുടെ ജീവിതത്തിന്റെ വിലമതിക്കാൻ കഴിയാത്ത നിധി ഏതെന്നറിയാൻ അനുയായികൾ പറഞ്ഞു പത്ര നബിയെ പറയുക ബലായ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ തിരുദൂതരെ പറയുക നബിയെ അല്ലാഹുവിന്റെ തിരുദൂതരെ പറയുക നബിയെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞ നിധി ഏതെന്നറിയുമോ മദീന മകരത്തിന്റെ പ്രാന്തത്തിലുള്ള ഈത്തപ്പഴ തോട്ടമല്ല അവിടെ കണ്ട ഏറ്റവും വലിയ സ്വർണത്തിന്റെ ശേഖരവുമല്ല ഒരു പുരുഷന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നിധി ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ അൽ മർഅതു സാലിഹാ അൽ മർഅതു സാലിഹാ അൽ മർഅതു സാലിഹാ സാലിഹത്തായ പെണ്ണാണ് സച്ചരിതയായ നിന്റെ ഭാര്യയാണ് ഒരു പുരുഷനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നിധി അവന്റെ സച്ചരിതയായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു പുരുഷന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ നിധി ഏതാ അൽ മർഅതു സാലിഹ അവന്റെ ഭാര്യയാണ് അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ അങ്ങനെ ആകാനുള്ള വഴലാണ് ഇന്നത്തെ വാത് സഹോദരിമാർ നന്നായിട്ട് കേട്ടിരിക്കും സഹോദരങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് കേട്ടിരിക്കും അൽ മർഅതു സാലിഹ സാലിഹത്തായ ഭാര്യ സച്ചരിതയായ ഭാര്യ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി പുരുഷന്മാര് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വിലമതിക്കാൻ പറ്റാത്ത വില നിശ്ചയിക്കാൻ പറ്റാത്ത നിധി ആ നിധി നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോടാണ് ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വീടിനേക്കാളേറെ നിങ്ങളുടെ സമ്പത്തിനേക്കാളേറെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളേറെ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത നിധി ആ നിധി ഏതാണ് അവരാണ് ഇതാ വലതു ഭാഗത്ത് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിധി അള്ളാഹു അങ്ങനെ ആക്കട്ടെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടത് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നിധിയാക്കി തരട്ടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപശകുനമുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങളാണ് അശ്ഉമു ഫീ സലാസത്തി അഷിയ നമ്മൾ ചിലര് പറയില്ലേ ഓ ഇതൊരു ലക്ഷണം കെട്ടാന്ന് പറയില്ലേ സാധാരണ പറയാറില്ലേ ഇതും ഉണ്ടായിരിക്കണം ഇന്നലെ വരാത്തോണ്ടാണ് പിന്നെ സാധാരണ നമ്മൾ പറയില്ലേ ഇതൊരു ലക്ഷണം പറക്കത്തില്ലാത്ത സാധനമാണ് സഹോദരങ്ങളെ ആകെ ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു ഏതെങ്കിലും കാര്യത്തിൽ ദുർലക്ഷണമുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങളിലാണ് ഒന്ന് വീട് ചില ആളുകൾ വെച്ചാൽ അതോടെ അവന്റെ ജീവിതം തീർന്നു 2 വാഹനം റസൂലുള്ള പറഞ്ഞാണ് സഹീഹായ ഹദീസാണ്
3 കാര്യത്തിലാണ് അപലക്ഷണമുള്ളത്. ഒന്ന് വീട്, ചില വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ അവനകത്ത് കയറി അതോടെ തീരും. 2 വാഹനം, ചില വാഹനം ചില ആളുകളെടുത്ത് അത് എന്ന് 24 പ്രാവശ്യം ഇടിക്കും ഇല്ലേ. ചില ലോറിയും ചില അംബാസഡർ കാറും ഒക്കെ എടുത്തവരില്ലേ, ആ വാഹനം അവന്റെ ജീവിതവും കൊണ്ട് അവനെയും കൊണ്ടേ പോകും. 3ാമത്തെ ദുർലക്ഷണമുള്ള 3ാമത്തെ സാധനം ഭാര്യ. ദുർലക്ഷണം 3 കാര്യങ്ങളിലുള്ള. നമ്മൾ പറയില്ലേ, ഓ ഇതെന്റെ കൈ കിട്ടിയോടെ തീർന്നു. അത് വണ്ടിയിലും ഉണ്ടാവാം, വീടിലും ഉണ്ടാകാം. 3ാമത് ഏലുണ്ടാവാം. റസൂലുള്ള പറഞ്ഞാണ് 3ാമത്തെ ഭാര്യ. ചില ആളുകൾ ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സുഖമായി വരും. എന്നാൽ ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സ്വർഗമാണ്. ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടിയാൽ അവന്റെ ജീവിതം നരകമാണ്. അള്ളാഹു നമ്മുടെ ജീവിതം സ്വർഗമാക്കട്ടെ. സഹോദരിമാരെന്നോട് പിണങ്ങണ്ട. റസൂലുള്ള പറഞ്ഞാണ് 3 കാര്യത്തിലേ ഈ ദുർലക്ഷണമുള്ളൂ. 3 കാര്യത്തിൽ, അല്ലാതെ പേനയിലില്ല, ചെരുപ്പിലില്ല. നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ നമ്മൾ വലിയ പ്രശ്നങ്ങളാണ്. വീട് വെക്കുമ്പോ, വാഹനം വാങ്ങിക്കുമ്പോ, ഭാര്യയിൽ ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളിലാണ് ദുർലക്ഷണമുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത നിധി അവന്റെ ഭാര്യയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആകട്ടെ. സാലിഹത്തായ പെണ്ണ്. സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാരാ? ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ, അവൾ സച്ചരിതയാവണമെങ്കിൽ, അവൾ നല്ല പെണ്ണാവണമെങ്കിൽ അവൾക്ക് 3 ലക്ഷണമുണ്ട്. ഒന്ന്, ഇന്നലറ ഇലൈഹ സർറത്ത്. വിഷമിച്ച് ബുദ്ധിമുട്ടി വരുന്ന ഭർത്താവ് വീട്ടിൽ വന്ന് അവളുടെ മുഖം കണ്ടാൽ, ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും. അങ്ങനെയുള്ള ഭാര്യ. ഒന്ന്, അവളുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ദുഃഖം മാറി സന്തോഷം ഉണ്ടാവണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കടവും കടത്തിന് മുകളിൽ കടവുമായിട്ട് വീടിന്റെ മുമ്പിൽ എത്തുമ്പോ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുന്ന ഭാര്യയെ കാണുമ്പോൾ ആ ഭർത്താവിന് സന്തോഷം ഉണ്ടായാൽ, പാടിയത് യേശുദാസാണേലും പറഞ്ഞതിൽ കാര്യമുണ്ട്, പൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. ആ ഒരു പൂന്തിങ്കളാണ് നിന്റെ ഭാര്യയെങ്കിൽ. ഞാൻ ഒത്തിരി തമാശ പറഞ്ഞു എന്നാണ് പറയാം. അതുകൊണ്ട് ഞാനിപ്പോ തമാശ പറയണില്ല. ഞാൻ ഗൗരവത്തിൽ നിന്ന് പ്രസംഗിക്കാം. ഞാൻ ഇന്ന് ചിരിക്കുന്നുമില്ല, തമാശയും പറയുന്നില്ല. റാവുവിനെ മാരിയിരിക്കാൻ പോകും. നമ്മളെ മരിച്ച നരസിംഹറാവു ഇല്ലേ, ഞാൻ ഇന്ന് ചിരിക്കുന്നുമില്ല, തമാശയും പറയുന്നില്ല. അപ്പോ 2 തന്റെ ഭർത്താവ് എന്തു പറഞ്ഞാലും ആ ഭാര്യ വഴിപ്പെടും, അനുസരിക്കും. 3 ഭർത്താവിന്റെ അഭാവത്തിൽ അവന്റെ സ്വത്തും അവളുടെ ശരീരവും അവൾ മറ്റുള്ളവരിൽ നിന്ന് സൂക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഒരു പെണ്ണ് സാലിഹത്തായ പെണ്ണാണ്. എന്റെ സഹോദരിമാര് ചിന്തിക്കുക, ഞാനൊരു സാലിഹത്തായ ഭാര്യയാണോ? എന്റെ മുഖം കണ്ട ഭർത്താവിന് സന്തോഷം വരുമോ? ഞാൻ എന്റെ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുന്നുവോ? ഞാൻ എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം അവന്റെ സ്വത്തും എന്റെ ശരീരവും ഞാൻ സൂക്ഷിക്കുന്നുവോ? ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പെണ്ണ് സാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, നാം ജീവിക്കുന്നിടത്തോളം നമുക്കൊരു സാലിഹത്തായ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരുടെ നല്ല ഭാര്യയാവണ്ടേ? അതിന് ആദ്യം നീ നല്ല ഭർത്താവണ്ട. അപ്പൊ ഒരു നല്ല ഭാര്യയാവും. ഇൻഷാ അല്ലാഹ് ഇന്ന് പേടിക്കേണ്ട, നാളെ പുരുഷന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഇന്ന് സ്ത്രീ എന്ന് പറയുന്നതാണ് വിഷയം. എന്നാൽ ഒരു യഥാർത്ഥ സ്ത്രീ ആരാണ്? ശ്രദ്ധിച്ച് കേട്ടോളൂ. യഥാർത്ഥ സ്ത്രീ ആരാണ്? സ്ത്രീ എന്ന് പറയുന്ന വിഷയം പറയുന്നതിന്റെ കാരണം എന്താ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി വിവാഹം കഴിച്ചു. അവർ രണ്ടുപേരും വേറെ ഒരു സ്ഥാനത്ത് താമസമാണ്. ഇബ്രാഹിം നബി ഒരു ദിവസം തന്റെ പുത്രന്റെ വീട്ടിലെത്തി, ഇസ്മായിൽ നബിയുടെ വീട്ടിൽ. ആ സമയത്ത് ഇസ്മായിൽ നബി വീട്ടിലുണ്ടായിരുന്നില്ല. ഇത് വലിയ വിശാലമായൊരു വിഷയമാണ്. അതുകൊണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പറയാം. ഇബ്രാഹിം നബി വീട്ടിലില്ല. മരുമകൾക്കറിയില്ല എന്നത് തന്റെ ഭർത്താവിന്റെ പിതാവാണ്, കണ്ടിട്ടില്ല.
ഭക്ഷണമൊക്കെ കൊടുത്തു, വീട്ടില് കയറ്റിയിരുത്തി. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി എന്ന വയോധികൻ പറഞ്ഞു ഭാര്യയോട്, നിന്റെ ഭർത്താവായ ഇസ്മായിൽ വരുമ്പോ പറയണം, ഗയ്യിർ ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് ശരിയല്ല, അതൊന്ന് മാറ്റിവെച്ചേക്കാൻ പറയുന്നു. ഇസ്മായിൽ നബി വന്നപ്പോ ഭാര്യ വിവരം പറഞ്ഞൊരു വൃദ്ധനായ ആള് വന്ന് പറഞ്ഞു, ഗയ്യിർ ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് വലിയ മോശമാണ്, മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, വന്ന എന്റെ വാപ്പയാണ്, നിന്നെ തലാക്കിലിരിക്കുന്നു, പൊക്കോളാൻ പറഞ്ഞു. ആ വീടിന്റെ വാതില് ശരിയല്ല എന്ന് പറഞ്ഞ നിന്നെ കുറിച്ചാണ്, നീ ഒരു നല്ല ഭാര്യയല്ല. ഇബ്രാഹിം നബിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണിന്റെ പെരുമാറ്റം, ആ പെണ്ണിനെ മാറ്റി രണ്ടാമത് വിവാഹം കഴിച്ചു. പതിവ് പോലെ ഇബ്രാഹിം നബി വന്നപ്പോ ഇസ്മായിൽ നബി വീട്ടിലില്ല. രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യ മരുമകൾ ഇബ്രാഹിം നബിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ പറയണം, സബ്ബിത്ത് ബാബക മിനൽ ബൈത്തി, വീടിന്റെ വാതില് നല്ല വാതിലാണ്, ഈ വാതില് തന്നെ നിലനിർത്താൻ പറയണം. തിരിച്ചു വന്നപ്പോൾ ഇസ്മായിൽ നബി വന്നപ്പോൾ ഭാര്യ വിവരം പറഞ്ഞു. ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞു, വന്നതെന്റെ പിതാവാണ്, നീയൊരു നല്ല ഭാര്യയാണെന്നാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു. ഞാൻ ഈ കഥ പറയാൻ കാരണം, എന്റെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി ഒരു ഭാര്യയെ ഉപമിച്ചത് വീടിന്റെ വാതിലിനോടാണ്. ഒരു സമൂഹത്തിന്റെ വാതിലാണ് പെണ്ണ്, ഒരു വീടിന്റെ കവാടമാണ് പെണ്ണ്. വാതില് ശരിയല്ലെങ്കിൽ പിന്നെ വീടെത്ര നന്നതായിട്ടും കാര്യമുണ്ടോ? വാതില് ശരിയല്ല എങ്കിൽ എത്ര വലിയ വീടാണെങ്കിലും വീട് കൊണ്ട് കാര്യമുണ്ടോ? ഒന്നാമത് വാതിലിന് കുഴപ്പം വന്നാൽ ചെറിയ വാതിലാണെങ്കിൽ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. രണ്ടാമത് വീട് എത്ര വലുതാണെങ്കിലും ഫ്രണ്ട് വാതില് ദുർബലമാണെങ്കിലോ നമ്മളില്ലാത്ത സമയത്ത് കള്ളനകത്ത് കയറും, വിലപിടിപ്പുള്ള പലതും കറന്നുകൊണ്ടുപോകും. അതുകൊണ്ട് വീടിന്റെ വാതിലാണ് പെണ്ണ്. മൂന്നാമതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നമ്മളൊരു വീട് വെച്ചാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനോഹരമായി കൊത്തുപണിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വീടിന്റെ പ്രധാനപ്പെട്ട വാതിലാണ്. അതുപോലെ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മനോഹരമാകേണ്ടത് നിന്റെ ഭാര്യയാണ്, നിന്റെ സ്ത്രീയാണ്. സംസ്കാരം കൊണ്ട് മനോഹരതയാകേണ്ടത് നിന്റെ ഭാര്യയാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരം അളക്കപ്പെടുന്നത് പെണ്ണിന്റെ സംസ്കാരമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, അവൻ വലിയ ആളായിട്ട് നടക്കാൻ, അവന്റെ വീട്ടിലെ പെണ്ണിന്റെ കോലം കണ്ടോ? അവൻ വലിയ ആളാണ്, പക്ഷെ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ കണ്ടോ? ഒരാളുടെ കുടുംബത്തിന്റെ സംസ്കാരം എന്തെന്ന് വിലയിരുത്തുന്നത് ആ വീട്ടിലെ സ്ത്രീകളുടെ സംസ്കാരത്തിലൂടെയാണ്, ആ വീട്ടിലെ സ്ത്രീകളുടെ നാഗരികതയിലൂടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഒരു നാട്ടിൽ നന്നാകേണ്ടത് പെണ്ണാണ്, 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 പുരുഷനല്ല. കാരണം ആദ്യം ഒരു വീട്ടിൽ നന്നാകേണ്ടത് പെണ്ണാണ്, രണ്ടാമതാണ് പുരുഷൻ നന്നാകേണ്ടത്. കാരണം പുരുഷൻ എന്ന് പറയുന്നതിനേക്കാളേറെ പെണ്ണ് കുടുംബത്തിന്റെ വിളക്കാണ്, അവളതിന്റെ നിലവിളക്കാണ്, അവളതിന്റെ കവാടമാണ്. മാത്രമല്ല, ഒരു പെണ്ണ് നന്നായാൽ ആ നാട്ടിലെ 100 പുരുഷന്മാര് നന്നാവും. ഒരു പെണ്ണ് വഴിതെറ്റിയാൽ ആ നാട്ടിലെ 100 പുരുഷന്മാരെ വഴിതെറ്റിക്കാൻ ആ ഒരൊറ്റ പെണ്ണിനെ കൊണ്ട് കഴിയും എന്നതാണ് ചരിത്രം. ഒരു പെണ്ണ് നന്നായാൽ ആ നാട്ടിലെ 100 പുരുഷന്മാര് നന്നാവും. ഒരു പെണ്ണ് മോശമായാലോ ആ നാട്ടിലെ 100 ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ഈ പെണ്ണിനെ പോൽ പറ്റുന്നത് വേറൊന്നുമില്ല. ഇതുകൊണ്ടാണ് ലോകത്തിന്റെ അന്ന് മുതൽ ഇതേവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളുള്ള ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിലൊരു അധ്യായത്തിന്റെ പേരെന്താന്നറിയുമോ? സൂറത്തുൻ നിസാ. അന്നിസാ, പെണ്ണുങ്ങൾ എന്നാണ് ഒരു സൂറത്തിന് തന്നെ പേര് വെച്ചത്. അള്ളാഹുവിന്റെ 114 സൂറത്തുകൾ, ഒരു സൂറത്തിന് അള്ളാഹു പേര് വെച്ചു അന്നിസാ. അന്നിസാ, സ്ത്രീകളെ കുറിച്ച് പറയാൻ തന്നെ ധാരാളം ആളുകൾ അറിവില്ലായ്മ കൊണ്ട് പറയാറുണ്ട്, ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, എപ്പോഴും പർദ്ദക്കുള്ളിൽ പെണ്ണിനെ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല സഹോദരങ്ങളെ, സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് പറയാൻ, സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് പറയാൻ ഇത്രയേറെ വരികൾ മാറ്റിവെച്ചൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള മുഴുവൻ ആളുകൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയപ്പോ, അവളെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പറയുകയാണ്, സ്ത്രീകളോട് നിങ്ങൾ മോശമായി പെരുമാറരുതേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കറഹാ.
ഫലാ തഅ്ളുഹുന്ന ലിതദ്ഹബൂ ബിബഅലി മാ ആതൈതുമൂഹുന്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിനാ വഅസ്റൂഹുന്ന ബിൽ മഅറൂഫ്. അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണേ. വഅസ്റൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ലവരായി പെരുമാറണേ. ഇതാണ് സ്ത്രീയെ കുറിച്ചുള്ള ലോകത്തിന്റെ സങ്കല്പമെങ്കിൽ ഒരു കുടുംബത്തിന്റെ വാതിലാണ് പെണ്ണ്, ഒരു സമൂഹത്തിന്റെ കവാടമാണ് പെണ്ണ്. ആ പെണ്ണ് നന്നാകുമ്പോഴാണ് ലോകം നന്നാകുന്നതെന്ന് ഇത്രയേറെ നന്നായിട്ട് സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവാചകനുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ വിഷയത്തിന്റെ ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. ഒരിക്കൽ പ്രവാചകൻ മദീനത്തിന്റെ നഗരിയിൽ നിൽക്കുമ്പോ ഒരനുയായിയടാ ഒട്ടകപ്പുറത്ത് തന്റെ ഭാര്യയെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അയാളാണെങ്കിലോ താഴെ നിന്ന് ഒട്ടകത്തെ സ്പീഡിൽ ഓടിക്കുകയാണ്. കടിഞ്ഞാണ് പിടിച്ചു വലിച്ചിട്ട് ഒട്ടകത്തെ സ്പീഡിൽ നടത്തുമ്പോ മുകളിലിരിക്കുന്ന ഭാര്യ വേച്ചു വേച്ചു വീഴാൻ പോവുകയാണ്. ഇത് കണ്ട റസൂലുള്ള വിളിച്ചു അത്രേ, അഞ്ചശാ അഞ്ചശാ അഞ്ചശാ, നിന്റെ ഒട്ടകത്തെ മെല്ലെ നടത്തണേ അഞ്ചശാ. മുകളിലിരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ? ആ മുകളിലിരിക്കുന്നത് പെണ്ണല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണ്. ഓ, ഒട്ടകത്തിന്റെ മുകളിലിരിക്കുന്നത് പെണ്ണല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ആളുകൾ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞവർ, പാടിയാലും പാടിയാലും തീരാത്ത കവിത എന്ന് പറഞ്ഞവർ, വരച്ചാലെത്താത്ത ചിത്രമെന്ന് പറഞ്ഞവർ, ഇത്രയേറെ സ്ത്രീയെ കുറിച്ച് പറയാൻ ലോകത്തൊരു നേതാവിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ നന്നായി പെണ്ണിനെ കുറിച്ച് പറഞ്ഞൊരു നേതാവുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്ത്രീയല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണ്. സ്ഫടികം കൈകാര്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യണേ എന്ന് റോഹി ഫിദാ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത്രയും ഫിറ്റായ വേറൊരു വാക്കില്ല പെണ്ണിനെ കുറിച്ച് പറയാൻ. റസൂലുള്ള പറഞ്ഞു, പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികമാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. ഈ ഇരിക്കുന്ന ഗ്ലാസ് ഇത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ല മാർബിളിന്റെ തറയക്കിടെ പോയാല് എത്ര സൂക്ഷിച്ചാണ് ഈ ഗ്ലാസ് താഴെ വീഴാതെ പിടിച്ചോണ്ട് പോവുക. ഗ്ലാസ് ഉള്ള സാധനത്തിന്റെ തന്നെ പെട്ടിയുടെ കാർഡ്ബോർഡിന്റെ മുകളിൽ എത്തിരിക്കും, ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഇല്ലേ, ഗ്ലാസ് ഒക്കെ വരണ വലിയ ഹോൾസെയിൽ കടയിലൊക്കെ കാണും, വലിയ കാർഡ്ബോർഡിന്റെ ഫ്രണ്ട് ഹാൻഡിൽ വിത്ത് കെയർ, എല്ലാം കെയറായി സൂക്ഷിച്ചു കൊണ്ടുപോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങോട്ട് നോക്കി, നിങ്ങളെന്ന് പറഞ്ഞ ആരാണ്? ഈ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് പോലെ എന്റെ വിരളൊന്ന് വഴുതിയാൽ, വിരളൊന്ന് തെറ്റിയാൽ, ശ്രദ്ധയൊന്ന് പാളിയാൽ ഈ ഗ്ലാസ് നേരെ താഴേക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ പല കഷണങ്ങളായി ചിന്നി ചിതറും. ചിതറിയാൽ അടുത്ത് നിൽക്കുന്നവന്റെ കാല് മുറിയും. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികമാണ്, ഗ്ലാസ് ആണ്. താഴെ എങ്ങാനും ഒരശ്രദ്ധ കൊണ്ട് താഴെ എങ്ങാനും വീണ് ചിന്നി ചെതറിപ്പോയാൽ പിന്നെ അതെടുത്ത് ഒട്ടിച്ചു വെച്ചിട്ട് പഴയതുപോലെ ആക്കാൻ പറ്റൂല. പെണ്ണെ, ഒരു ദിവസം നിനക്ക് പിഴച്ചു പോയാൽ പിന്നീട് എന്തൊക്കെ ചെയ്താലും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഗ്ലാസ് ആണ് പെണ്ണ്. എങ്ങാനും അറിയാതെ ഒന്ന് കൈവിട്ട് താഴെ പോയാൽ ഗ്ലാസിന്റെ ചില്ലുകൾ ചിതറിത്തെറിക്കുന്നത് മാറി തെറിക്കുമെന്ന് മാത്രമല്ല, പരിസരത്ത് നിൽക്കുന്നവരെ മുഴുവനും മുറിവേൽപ്പിച്ചിട്ട് അവന്റെ രക്തവും താഴേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഗ്ലാസ് ആണ് പെണ്ണ്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ഗ്ലാസ് വഴുതി താഴെ വീഴാതെ എത്ര സൂക്ഷ്മതയോടെ നിങ്ങൾ കൊണ്ടുപോകുന്നുവോ അതേപോലെ പെണ്ണിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ശരിയല്ലേ? ഇത്രക്കാളും വലിയ പെണ്ണിനെ കുറിച്ച് പറയാൻ പറ്റുമോ? എങ്ങാനും ഒരു നിമിഷമൊന്ന് ചിന്ത മാറിപ്പോയാൽ, ഒരു കൈപ്പട പറ്റിപ്പോയാൽ പുരുഷന് പ്രശ്നമില്ല, പക്ഷെ പെണ്ണിന് പെണ്ണിന്റെ ജീവിതം പടയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും തെറ്റാൻ പാടില്ല, ഒരു നിമിഷം പോലും പതറാൻ പാടില്ല, ഒരു നിമിഷം പോലും വഴിയിൽ എവിടെയെങ്കിലും കാലുകൾ പതറാൻ പാടില്ല. അത്രയേറെ നന്നായി സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെയാണ് നാം ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ,
വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു സ്ത്രീ ആരാണ്? ഒരു സ്ത്രീ ആരാണ്? നിങ്ങൾ കേട്ടുകൊള്ളുക. എന്റെ വിഷയത്തിലോട്ട് കടക്കട്ടെ ഞാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം 4 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ലോകത്തിന്റെ മുമ്പിൽ. അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ 4 സ്ത്രീകളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 4 സ്ത്രീകളെയും ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അതിൽ ഇഷ്ടപ്പെട്ട 2 പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അള്ളാഹു പറയുന്നു, ഇഷ്ടപ്പെട്ട 2 പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആരൊക്കെയാണത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കുക. അല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹ് وقيل ادخل النار ومع الداخلين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു മസലൻ ലില്ലദീന കഫറു. അല്ലാഹുവിനെ നരകം വിലക്കു വാങ്ങാൻ ചിന്തിക്കുന്നവരോട്, എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്നവരോട്, നാളെ അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിലോട്ട് പോകാൻ തീരുമാനിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹു പറയുന്നത്, 2 സ്ത്രീകളുടെ വഴിയെ നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. ഓ സ്ത്രീകൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ നരകത്തിലോട്ട്, കത്തിച്ചൊലിക്കുന്ന നരകത്തിലോട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 2 സ്ത്രീകളെ നിങ്ങൾ റോൾ മോഡലാക്കിക്കൊള്ളുക. അവരാരെന്നറിയുമോ? അവരെ നിസ്സാരക്കാരല്ല. ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായ ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണവർ. അവരെ നിസ്സാരക്കാരല്ല പെങ്ങള്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നാളെ നിങ്ങൾക്ക് കത്തിച്ചൊലിക്കുന്ന നരകത്തിലോട്ട് പോകണോ? നാളെ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകേണ്ടത്? ഒന്ന് ഇംറഅത നൂഹിൻ, ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. അവരാരാന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അല്ലാഹുവിന്റെ സച്ചരിതരായ 2 അടിമകളുടെ അല്ലാഹുവിന്റെ റിസാലത്ത് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച 2 പ്രവാചകന്മാരുടെ ഭാര്യമാരാ. റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച, അപൂർവമായ ഭാഗ്യം ലഭിച്ച 2 പ്രവാചകന്മാരുടെ ഭാര്യാപദം അലങ്കരിച്ചാൻ ഭാഗ്യം ലഭിച്ചവരാ. പക്ഷേ അല്ലാഹ് പറയുന്നത് കേൾക്കുക, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു കാര്യവും അവർക്ക് നേടാൻ കഴിയുന്നില്ല. അല്ലാഹു ഇത്രയേറെ അവസരം കൊടുത്തിട്ട് അവർ അവസാനം പാടാക്കിയവരാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ. നാളെ പരലോകത്ത് അല്ലാഹു അവരോട് പറയുമത്രേ, നൂഹ് നബിയും ലൂത്ത് നബിയും സ്വർഗത്തിലോട്ട് പോകുമ്പോ അല്ലാഹു അവരെ ഭാര്യമാരോട് പറയും, നിങ്ങൾ നരകത്തിലോട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ നരകാവകാശികളാണ്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ അനുകൂലമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ നാളെ നരകത്തിലോട്ട് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാ 2 പ്രവാചകന്റെ ഭാര്യമാർ? ഒന്ന് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യ. 2 പേര് നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു പറയും, നിങ്ങൾ നരകത്തിൽ പൊക്കോ. സാഹചര്യം അനുകൂലമായിട്ടും അവർക്ക് സ്വർഗം നേടാൻ കഴിഞ്ഞില്ല. ഇനി അല്ലാഹു പറയുന്നു, മൂന്നാമതാരാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേരെ തിരഞ്ഞെടുക്കാം. ഇനി ബാക്കി 2 പേരെ കൂടി കുറിച്ച് ഖുർആൻ പറയും. അതിൽ 4-ാമത്തെ ആൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം, അത് പറഞ്ഞാൽ തീരൂല്ല. മൂന്നാമത്തേതാരാ? അല്ലാഹു പറയുകയാണ്, വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ.
സാക്ഷാൽ ഫിറോനിന്റെ ഭാര്യയായ ആസിയ ബീവി. ആർക്കെങ്കിലും അള്ളാന്റെ സ്വർഗം വേണോ? ആർക്കെങ്കിലും അള്ളാന്റെ സ്വർഗം വേണോ? ആ സ്വർഗത്തിലേക്കാണോ നാളെ പോകേണ്ടത്? എന്നാൽ അവരാരെ പിൻപറ്റണമെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുക, സ്വർഗത്തിലേക്ക് പോകേണ്ട പെങ്ങളെ, നാളെ നിങ്ങൾ പോകേണ്ടത് എവിടേക്കാണ്? സ്വർഗമാണോ? എങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ നടക്കണമെന്നറിയുമോ? ഇമ്രഅത്ത ഫിർഔൻ, സാക്ഷാൽ ഫിറൗനിന്റെ ഭാര്യയെ നിങ്ങൾ പുറകെ നടന്നുകൊള്ളുക. ആരാണ് അള്ളാഹു ഞാനാണെന്ന് വാദിച്ച, അനല്ലദീ മുൽക്കു മിസ്റ, ഞാനാണ് മിസ്റിന്റെ രാജാധിപതി എന്ന് വാങ്ങിച്ച ഓ ഫിറൗനിന്റെ ഭാര്യയുണ്ടല്ലോ ആസിയ ബീവി, അവര് ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിച്ചുകൊള്ളുക. ആസിയ ബീവി ജീവിച്ചത് എന്താണെന്നറിയുമോ? ഇത് കാലത്ത് റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. ഫറോവയുടെ കർദനമായ താടനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമ്പോ സാക്ഷാൽ ഫിറൗൻ ചാട്ടവാറ് കൊണ്ടടിച്ച് മൂലയിലോട്ട് വലിച്ചെറിയുമ്പോ ആസിയ ബീവി അല്ലാഹുവോട് ദുആ ചെയ്തതെന്താ? അല്ലാഹുവേ റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നാളെ നീ എനിക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ. എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. അള്ളാന്റെ സ്വർഗമാണ് വേണ്ടതെങ്കിൽ പെങ്ങളെ, ആസിയ ബീവി പറഞ്ഞതുപോലെ ഫറോവയുടെ ചാട്ടവാറിന്റെ സിൽക്കാര ശബ്ദങ്ങൾ കൊട്ടാരങ്ങളെ പോലും വിറകൊള്ളിക്കുമ്പോ ആ ചാട്ടവാറ് വന്ന് ശരീരത്തിലോട്ട് പതിച്ചിട്ട് പച്ചമാംസം ചിതറിത്തെറിക്കുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോഴും അല്ലാഹു എത്ര വേദന സഹിച്ചാലും കുഴപ്പമില്ല, എത്രയേറെ പ്രതിസന്ധികൾ കേട്ടാലും കുഴപ്പമില്ല. അല്ലാഹുവേ ഈ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും താടനങ്ങൾക്കും പകരമായി നാളെ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത ആസിയ ബീവിയെ പോലെ ഖുർആനിലെ സ്ത്രീ എന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയട്ടെ പെങ്ങള്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ സ്വർഗമായിരിക്കണം. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഖുർആൻ പറയുന്നു, ആസിയ ബീവി പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ സ്വർഗമായിരിക്കണം. ആ സ്വർഗമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു മണിമാളിക കിട്ടാൻ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടണോ പെങ്ങള്? എന്റെ പെങ്ങളെ, നിന്റെ ആഗ്രഹം സ്വർഗത്തിലായിരിക്കണം. അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാ. ആരാ? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള, മദീനയിലെ താരരാജകുമാരിയായ, മദീനയിലെ ചെറുപ്പക്കാര് പോലും സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന ആ മദീനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലോട്ട് വരുന്നു. നബിയേ, നഫ്സി ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. സവ്വിജ്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെയൊന്ന് വിവാഹം ചെയ്യുമോ നബിയേ? അങ്ങനെയൊന്ന് വിവാഹം ചെയ്യുമോ നബിയേ? ഓ സമയത്ത് റസൂലുള്ള പറഞ്ഞതെന്താ? എത്രയോ ആളുകൾ റസൂലുള്ളാഹിനെ സ്ത്രീലംബടനെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിലെ പത്രമടക്കമുള്ള കണ്ണു മഞ്ഞളിച്ചു പോയ ഏറ്റവും വലിയ മഞ്ഞപത്രങ്ങളടക്കം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ കൽബ് തുറന്നിട്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളോട് ഏകനായ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ആരാ പറയുന്നത്? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് നേരിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? പെണ്ണെ കഴിയില്ല, ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ എനിക്കും നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ലെന്ന് റസൂലുള്ള പറയുമ്പോ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നിരാശയോടെ ആ പെൺകുട്ടി കൽപ്പടവുകൾ ഇറങ്ങുമ്പോ സഹാബത്തുകൾ പരിഹസിക്കുകയാണ്. പെണ്ണെ നീ ആളുകൊള്ളാമല്ലോ, പെണ്ണെ നീ ആളുകൊള്ളാമല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് പോലും നീ പ്രേമസല്ലാപം നടത്തിയല്ലോ, പ്രവാചകനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ എന്ന് പറയുമ്പോ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മനസ്സ് പിടയുമ്പോ ഓ പെൺകുട്ടി പറയുന്നത് എന്താണെന്നറിയുമോ? സഹാബാ, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട,
സഹാബ, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്റെ വികാരത്തിന്റെ വേലിയേറ്റം കൊണ്ടല്ല, എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല. പിന്നെയോ പ്രവാചകനോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയത് അള്ളാഹുവിന്റെ റസൂലെങ്ങാനും എന്നെ ഒന്ന് വിവാഹം ചെയ്താൽ പ്രവാചക പദവി, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവി എനിക്ക് ലഭിക്കുമല്ലോ. നാളെ ആയിഷ ബീവി അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ ഭാര്യമാര് ചൊല്ലുന്ന സ്വർഗമുണ്ടല്ലോ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വ സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. നാളെ പ്രവാചകന്റെ പത്നി എന്ന പദവി എനിക്ക് ലഭിച്ചാൽ നാളെ സ്വർഗത്തിൽ എനിക്ക് ആ പ്രവാചകന്റെ കൂടെ ഒന്ന് സ്വർഗത്തിലിരിക്കാനാണ് ഞാൻ പ്രവാചകനോട് വിവാഹാഭ്യർത്ഥന നടത്തിയതെന്ന് പറഞ്ഞതാരാ? ആ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശബ്ദ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പോലും ആഗ്രഹിച്ചതെന്താ? ഇവിടെ സൗന്ദര്യമൊരൽപ്പം കിട്ടിയിട്ട് കാര്യമെന്താ? ഒരൽപ്പം സൗന്ദര്യത്തിന്റെ പേരിൽ പെണ്ണെ നീ അഹങ്കരിക്കുന്നത് എന്തിനാ? 4 മണിക്ക് ക്യാമ്പസ് വിട്ട് കഴിയുമ്പോ, 4 മണിക്ക് കോളേജിന്റെ ക്യാമ്പസ് വിട്ട് കഴിയുമ്പോ പ്രേമസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗമരത്തിന്റെ ചുവട്ടിലൂടെ ബോയ് ഫ്രണ്ട് എന്ന ഓമന പേരും പറഞ്ഞ് 2 ചെറുപ്പക്കാരെ ഇടത്തും വലത്തും നിർത്തി അവരുടെ തോളിലൂടെ തരിവളയിട്ട കൈകുമിട്ട് ഒരു ലോലമായ ടീഷർട്ടും ധരിച്ച് ആ ടീഷർട്ടിന്റെ പുറകുഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന, ലോലമായ ടീഷർട്ട് ധരിച്ചിട്ട് അതിന്റെ പുറകുഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കന്യകമാരോട്, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരൽപ്പം സൗന്ദര്യത്തിന്റെ പേരിലാണോ നിന്റെ ഈ അഹങ്കാരം? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് വന്നിട്ട് പറയുന്നതെന്താ? എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം. നമ്മുടെ ലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകമല്ല. നാളെ ഇവിടെ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ കരുതിയവരാണ്. എന്ത് നഷ്ടപ്പെട്ടാലെന്താ, എത്ര കഷ്ടപ്പെട്ടാലെന്താ, എത്രയേറെ സഹിച്ചാലെന്താ? നാളെ ദുഃഖമില്ലാത്ത റബ്ബിന്റെ സ്വർഗം കിട്ടുമോ? അതിനുവേണ്ടി ജീവിക്കുന്നവരല്ലേ നമ്മള്. അള്ളാന്റെ ഖുർആൻ പറയുന്ന ഒരു സ്ത്രീ ആദ്യം ആഗ്രഹിക്കേണ്ടത് അള്ളാന്റെ സ്വർഗമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവ സ്വർഗത്തിലാണ്, നമ്മുടെ സ്വദേശം സ്വർഗമാണ്. എൻ സ്വദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ കരദേശിവാസിയാണല്ലോ. അക്കരെയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരയുടെ നാട്ടിൽ അല്ലാഹു വെച്ചിരിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ സാബല്യത്തിന് വേണ്ടിയാണ് ഒരു പെണ്ണീ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ഒരു സ്ത്രീയുടെ 4ാമത്തെ സ്ത്രീയുടെ കഥ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇന്ന് 3ാമത്തെ സ്ത്രീ ആരാ? സ്വർഗം വേണോ? ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം, ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം. ഒന്നുകിൽ നിനക്ക് നരകം മതിയോ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യയുടെ കൂടെ ഖുർആൻ പറയുന്നെന്ന് കേൾക്കി. നരകത്തിൽ പോകേണ്ടവര് പ്രവാചകന്മാരുടെ ഭാര്യയുടെ കൂടെ, സ്വർഗത്തിൽ പോകേണ്ടവര് ഫിർഔന്റെ ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ പ്രതികൂലതയുടെ അവസ്ഥയിൽ നിന്ന് സ്വർഗം കരസ്ഥമാക്കി ആസിയ, സാഹചര്യം അനുകൂലമായിട്ടും നരകം കരസ്ഥമാക്കി നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ സ്വർഗം ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടി നമുക്ക് പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏത് വേണം? സ്വർഗം വേണോ അതല്ല ഈ ഭൂമി വേണോ? ഏത് വേണം? ഏതാ വേണ്ടത്? സ്വർഗം വേണോ ഇവിടെ വേണോ? എന്താ ഇവിടെ മതിയെന്ന ചിരിച്ചെന്തല്ലാരും? ഇവിടെ മതിയെന്ന കൊച്ചു പിള്ളേരാ? എന്റെ നാടിന്റെ അടുത്തൊരു ചെറിയ തൈക്കാവ് പണി. അപ്പൊ തൈക്കാവൊക്കെ പണിതിട്ട് ഞങ്ങള് കുറെ പേര് അവിടെയുള്ള കുട്ടികളെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തപ്പോൾ നിസ്കരിക്കാൻ വേണമെന്ന് പറയാൻ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറെ കുട്ടികൾ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ച പിള്ളേരാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കും, പള്ളിയിൽ വരണം. നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, നിസ്കരിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഇതിനേക്കാൾ നല്ല കളിയൊക്കെ സ്വർഗത്തിലുണ്ടാവും. നമുക്ക് അവിടെ പോയി കളിക്കുക, ഇവിടെ വെച്ച് കളിക്കാൻ വേണ്ടി ഇച്ചിരി നേരം സ്വർഗത്തിൽ പോകാൻ വേണ്ടി വരണം. ഒരുത്തനോട് എൻ്റെ പൊന്നു ഉസ്താദ് എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഒരു പയ്യൻ എന്നോട് നേരി ഉസ്താദ് എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഞാൻ ചോദിച്ചതെന്താ ഉസ്താദെ, സ്വർഗത്തിൽ പോയാൽ കുറെ തൊപ്പി വെച്ച കുറെ മുസ്ലിയാക്കന്മാരെയും കുറെ ഹാജിയാക്കന്മാരെയും കുറെ നിസ്കരിച്ചവരെയും കാണാം. അവരെയും കണ്ടുകൊണ്ട് കാലാകാലം കിടക്കണ്ട. അവിടെ സ്വർഗത്തിൽ പോയാൽ കാലാകാലം, നരകത്തിൽ പോയാൽ കാലം. ഈ കാലാകാലം ഇവരെയും വെച്ചുകൊണ്ട് കുറെ നിസ്കാരത്തടമ്പുള്ളവരെയും കണ്ടോണ്ടല്ലേ ഇരിക്കാൻ പോളൂ. നരകത്തിൽ പോയാൽ കാലാകാലം മീരാ ജാസ്മിനെ കാണാം, കാവ്യ മാധവനെ കാണാം, ഐശ്വര്യ റായിയെ കാണാം. ഇവരെയൊക്കെ കണ്ടോണ്ട് അവരുടെ അടുത്ത് പോയെങ്കിൽ ഇരിക്കാം. അപ്പൊ ഏതാ നല്ലത്? ഒരു പയ്യൻ എന്നോട് പറഞ്ഞു. കാരണം അവരുടെ അടുത്തിരിക്കാനാണല്ലോ നമുക്ക് താല്പര്യം. അവരെ കാണണം, അവരെ തൊട്ടുമുത്തണം. ഇതായിരിക്കണം മഹാനവറുകൾ. ബൈക്കിലോട്ട് നോക്കും, മഹാനവറുകൾ ഇരിക്കുന്നുണ്ടല്ലേ കാക്കിയൊക്കെ കെട്ടിട്ട്. മമ്മൂട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ. ഇപ്പൊ എങ്ങോട്ട് അവിടെ വന്നപ്പോ അവിടെ ഒരാളിരിക്കുന്നു, ഇവിടെ വന്നപ്പോ ഇവിടെ ഒരാളിരിക്കുന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ, എന്തൊക്കെ അസോസിയേഷനാ. ഭീമാപ്പള്ളി ഭാഗത്ത് നോക്കിയപ്പോ കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ, ഫാൻസ് അസോസിയേഷനുകളുടെ കാര്യം. അവരെ കാണാനും തൊട്ടുമുത്താനും ഒക്കെ. ഞാൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമയ്ക്ക് വേണ്ടി പോവാണ്. ഒന്നാമത്തെ സമയം ഒത്തിരി ആയി, പെട്ടെന്ന് പള്ളിയിലെത്തണം. ആറ്റിങ്ങൽ എത്തപ്പോ റോഡ് മൊത്തം ബ്ലോക്ക്. വണ്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുറെ നാളുകൾക്ക് മുമ്പ്, ഒരു വർഷമായി. പടച്ചവനെ എങ്ങനെ പോകും പടച്ചവനെ? മണി 11 12 മണിക്കെങ്കിലും പള്ളിയിലെത്തണം. നോക്കിയപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ ആറ്റിങ്ങൽ റോഡിൽ കിടന്ന് തിക്കും തിരക്കും. ഒരുത്തന്റെ തോളി ചവിട്ടുന്നു, മറ്റൊരുവനെ ചവിട്ടുന്നു. എന്തുവാ സംഭവം? കാവ്യ മാധവനെങ്ങാണ്ട് അവിടെ ഒരു ജൂവലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അവളെ കാണാനും തൊടാനും ഉള്ള തിരക്കാണ്. കണ്ടവര് പിന്നെ ഒന്ന് പോയി തൊട്ടുമുത്തണം. തൊട്ടുമുത്താൻ വേണ്ടിയുള്ള ചാട്ടം. തൊട്ടുമുത്താൻ പറ്റാത്തവര് തൊട്ടവനെ തൊട്ട് പറക്കത്തെടുത്തു. ചിലർക്ക് നേരിട്ട് പോയി തൊടാൻ പറ്റില്ല. അപ്പൊ തൊട്ടവനെ പോയി തൊട്ടിട്ട് ഇച്ചിരി പറക്കത്തെടുത്തുണ്ട്. എന്തൊക്കെ കോലങ്ങൾ കാണും, ഏതൊക്കെ കാണണം. ഇത്രയും ഭ്രാന്തുണ്ടോ? ഫാൻസ് അസോസിയേഷൻ നാളെ പറയാം ഞാൻ, സമയം ഉണ്ടെങ്കിൽ. പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളങ്ങാണ്ട് 7 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ച് കേട്ടിട്ടുണ്ട് പണ്ടേ. എന്തോ ഒരു ഭ്രാന്തായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. ഞാൻ തമാശ പറയണ്ടെന്ന് പറഞ്ഞാല് പറഞ്ഞു പോകുന്നത് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ സ്വർഗമാണോ വേണ്ടത്? നിങ്ങൾക്ക് ഏത് വേണോ? സ്വർഗം വേണോ? സഹോദരിമാരോട് ചോദിക്കാൻ, എന്റെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് വേണം? സ്വർഗം വേണോ ദുനിയാവ് വേണോ? അവരെന്ത് തെരഞ്ഞെടുത്തു? അവരെന്താ തെരഞ്ഞെടുത്തത്? റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് കേൾക്കോളി, ഖുർആനിലെ സ്ത്രീയിലോട്ട് കടന്നു പോയിക്കോളി. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സ്ത്രീകളെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആരും ആമീൻ പറയാത്ത എന്ത്? ഒന്നുകിൽ എല്ലാ ഭാര്യമാരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഉസ്താദെ ആമീൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പ്രതീക്ഷയില്ല അങ്ങനെ ആവും. രണ്ടാലൊന്ന്, ഒന്നുകിൽ അവരെല്ലാം നല്ലവരാണ്, ഇനി കൂടുതൽ നന്നാവണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആമീൻ പറയാത്തതിന്റെ കാര്യം, പൊന്നുസ്താദെ ഒരു പ്രതീക്ഷയില്ല, എത്ര ആമീനല്ല, ഇനി 313 യാസീൻ തലയെ പിടിച്ച് ചോദിയാലും അവള് നന്നാവില്ല. രണ്ട് സാധ്യതയുണ്ടത്. ഇതിൽ ആദ്യത്തെ സാധ്യത ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യമാര് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് മാസാമാസം നൽകുന്ന ഒരായത്തിറങ്ങാണ്, ലോകാവസാനം വരെ വരുന്ന സ്ത്രീകൾക്കുള്ള ആയത്താണ്. ഖുർആൻ സൂറത്തുൽ അഹ്സാബ്. ഞാൻ ഈ പറയുന്ന ഖുർആനാണ്. നബിയെ, അങ്ങ് മാസാമാസം ഞങ്ങൾക്ക് നൽകുന്ന പൈസ ഞങ്ങളുടെ ചെലവിന് തികയുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് മാസാമാസം തരുന്നതിൽ ഒരല്പം കൂടി മെച്ചപ്പെടുത്തി തരണം. സാധനത്തിനൊക്കെ വില കൂടി. എന്ത് ചെയ്തു? ഒരല്പം പൈസ മെച്ചപ്പെടും. ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർ പ്രവാചകൻ മാസാമാസം അവർക്ക് ചെലവിന് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താക്കന്മാർ 5000 രൂപ മാസം അയക്കും. ഇപ്പൊ അത് 10000 ആയി. ഇപ്പൊ 10000 നിൽക്കൂല. ഫീസ് കൂടി, അരിയുടെ വില കൂടി, മണ്ണെണ്ണ കൂടി, പഞ്ചസാര കൂടി, എന്തോരു കൂടും. മൊത്തം ചൂടാണ്. എന്തോ ഒരു ചൂട്. ചൂട് കാരണം വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. എന്നാൽ വെളിയിറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്ന് ഓർത്ത് അതിനും കൊടുക്കണം 12 രൂപ. എങ്ങനെ ജീവിക്കൂ ദുനിയാവി? ചൂട് കാരണം വീടിന്റെ അകത്ത് കിടക്കാൻ പറ്റും. എന്നാൽ ചൂട് കാരണം വെളിയിറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്ന് ഓർത്ത് 1 ലിറ്റർ പാലിന്റെ പൈസ കൊടുക്കണം 1 ലിറ്റർ വെള്ളത്തിന്. ദുനിയാവ് മുഴുവനും വലിയ ആപൽക്കരമായ പ്രതിസന്ധിയുടെ മുമ്പിൽ എത്തിക്കുക. കുടിവെള്ളത്തിന് പോലും ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം അടുത്ത ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് അണുവായുധത്തിന്റെ പേരിലല്ല, കുടിവെള്ളത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ യുദ്ധം ഉണ്ടാക്കാൻ പോവാണ്. ചാലിയാറും ഭാരതപ്പുഴയും ഒക്കെ വറ്റി വരണ്ടു കഴിഞ്ഞു.
ഇനി മൂന്നാമൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ അങ്ങനെ പ്രവാചകൻ സാധനങ്ങൾക്ക് വില കൂടിയത് കൊണ്ട് പൈസയും കൂടുതൽ അടയ്ക്കണം. പണ്ട് 5000 അയച്ചിക്കായിരുന്നു ഗൾഫിൽ, ഇപ്പൊ 5000 വെച്ച് നടക്കുവോ? 10,000 കൊടുക്കണം. അതേപോലെ പ്രവാചകന്റെ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും സാധനം വാങ്ങിക്കാനും അങ്ങ് തരുന്ന പൈസ ഞങ്ങൾക്ക് ചെലവിന് തികയുന്നില്ല നബിയെ, ഒരല്പം ഒന്ന് കൂട്ടിത്തരണം. കാരണം സാധനത്തിനൊക്കെ വില കൂടി. അപ്പൊ ന്യായമായും പള്ളിയിലെ ഇമാമിനും പറയാം ശമ്പളം കൂട്ടാൻ. തെളിവായില്ലേ? സാധനമൊക്കെ വില കൂടി. പണ്ട് അരിക്ക് 12 രൂപയായിരുന്നു, ഇപ്പൊ അരിക്ക് 22 രൂപയായി. സെക്രട്ടറി ജമാഅത്ത് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കണം. മണ്ണെണ്ണയ്ക്ക് വില കൂടി, പെട്രോളിന് അത് പറഞ്ഞപ്പോ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തീർച്ചയായും സാധനങ്ങളുടെ വിലയനുസരിച്ച് വേതനവും കൂട്ടണം, സ്വാഭാവികമാണത്. ഇവിടെ ഓരോ ഭർത്താക്കന്മാരും പഠിച്ചോളീൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പൈസക്ക് പൈസ തന്നെ കിട്ടിയിട്ടല്ലേ പറ്റുള്ളൂ, അല്ലെ? പൈസക്ക് പൈസ തന്നെ വേണ്ടേ? അല്ലാതെ ഉസ്താദെ 1500 ആണ് വറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ പലചരക്കടയിൽ കൊണ്ടുപോയിട്ട് 10 രൂപ കൊടുത്തിട്ട് ബാക്കി 22 രൂപയ്ക്ക് വറക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ തരുമോ? ഉസ്താദിന് ശമ്പളം 1500 രൂപ, ബാക്കി നല്ല വറക്കത്തുള്ള പൈസയാന്നേ. ജീവിതത്തിൽ വറക്കത്തുണ്ടാവും. മർഹബ സ്റ്റോഴ്സിൽ പോയി ഒരു മർഹബ അല്ലേ അത് പോയി 22 രൂപ കൊടുക്കണം 1 കിലോ ജയരിക്ക്. അവിടെ അദ്ദേഹത്തിന് എടുക്ക പോയിട്ട് 10 രൂപ ഉള്ളൂ, ബാക്കി 12 രൂപയ്ക്ക് വറക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞ് കാര്യം നടക്കുമോ? 22 രൂപ കൊടുത്താലേ മർഹബേന്ന് 1 കിലോ അരി കിട്ടുള്ളൂ. പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ, പണ്ട് ഭർത്താവ് ഗൾഫിൽ പോയി, ഭാര്യ ഇവിടെ നിന്ന് കത്തെഴുതി, പിന്നെ എന്റെ ജീവിതത്തിൽ വലിയ കടവാണ്, പച്ചക്കറി കടയിൽ അബ്ദുൽ ഖാദർ കാക്കാക്ക് 600 രൂപ കടം, പലചരക്കടയിൽ ഗോപിനാഥിന് 200 രൂപ കടം, പാല് കടണം അണ്ണാച്ചിക്ക് 200 രൂപ കടം, പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണം മാസ്റ്ററിന് 300 രൂപ എടുക്കേണ്ട അതും കടം. അതുകൊണ്ട് മൊത്തം ഒരു 5000 രൂപ അയച്ചു തരണം. പാവപ്പെട്ടം പോയിട്ട് കുറെ നാളായുള്ളൂ, കത്തൊക്കെ വായിച്ചപ്പോൾ അവന് വലിയ വിഷമമായി. അയക്കാൻ 500 രൂപ ഇല്ല, 5000 രൂപ ഇല്ല. അപ്പൊ അവൻ തിരിച്ച് കത്തെഴുതി ഭാര്യയോട്, നീ തൽക്കാലം ക്ഷമിക്കുക, പൈസ ഒന്നും ആയിട്ടില്ല, 5000 രൂപ അയക്കാനില്ല, അതുകൊണ്ട് നിനക്ക് അത്യാവശ്യമായിട്ട് തൽക്കാലത്തേക്ക് ഒരു 5000 ചുംബനങ്ങൾ അയച്ചു തരികയാണ്. ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് പൈസ ഇല്ല ഇതുള്ളൂ. ഭാര്യ തിരിച്ച് കത്തെഴുതി, നിങ്ങൾ അയച്ചു തന്ന 5000 എണ്ണം ഇവിടെ കിട്ടി, അതിൽ 600 എണ്ണം പച്ചക്കറി കടയിൽ മൈദീൻ കാക്കാക്ക് കൊടുത്ത്, 200 എണ്ണം പലചരക്കടയിൽ ഗോപിനാഥന് കൊടുത്ത്, പിന്നെ 600 എണ്ണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ട്യൂഷൻ മാഷിനും കൊടുത്തു. അതായത് എണ്ണ വെച്ച് എറിച്ചിട്ടുണ്ട്. പൈസക്ക് പൈസയല്ലേ പറ്റുള്ളൂ, അല്ല പൈസക്ക് ഇത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആദരവായ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഭാര്യമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ചെലവിന് ഞങ്ങൾക്ക് തികയുന്നില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകനോട് യാവലാതി പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയിൽ പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് വിഷമമായി, സങ്കടമായി. എന്തിനാണ് സങ്കടം വന്നതെന്നറിയുമോ? അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവ് കൊതിക്കുന്നുവോ? അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ച് എന്നോട് ആവലാതി പറയുന്നുവോ? അവർക്ക് ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ തോന്നുന്നുവോ? അള്ളാന്റെ റസൂലിന് ദുഃഖമായി. അള്ളാഹുവേ, എന്റെ ഭാര്യമാര് ദുനിയാവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ള ഭാര്യമാരോട് പിണങ്ങി. എന്നിട്ട് റസൂലുള്ള വീട്ടിൽ പോകാതെ പള്ളിയിൽ പോയി താമസിക്കാൻ തുടങ്ങി. തന്റെ ഭാര്യമാര് ദുനിയാവിന്റെ ആഡംബരം പറയുമ്പോ അള്ളാന്റെ റസൂല് പിണങ്ങി പള്ളിയിൽ പോയി കിടന്നു പത്രേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭർത്താക്കന്മാരോട് എത്ര നിങ്ങൾ പറഞ്ഞാലും ശരി, നിന്റെ ഭാര്യക്ക് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിന്റെ സ്വന്തം ഭാര്യ എപ്പോഴും നിനക്ക് ദുനിയാവിന്റെ കാര്യമാണോ പറയുന്നത്? അവൾക്ക് നമസ്കാരത്തിന് ശ്രദ്ധയില്ല, നോമ്പില് ശ്രദ്ധയില്ല, ദിക്റില് ശ്രദ്ധയില്ല, ഖുർആൻ ഓതുന്നതില് ശ്രദ്ധയില്ല. അവൾക്ക് എപ്പോഴും പറയാറുള്ളത് സാരി കീറിപ്പോയി ചുരിദാർ വാങ്ങിക്കുന്ന കഥയാ, അപ്പുറത്ത് 10 സെന്റ് വാങ്ങിക്കുന്ന കഥയാ, ഗൾഫിലോട്ട് നിന്നെ പറഞ്ഞു വിടാനുള്ള കഥയാണ്. ഒരു പെണ്ണങ്ങാനും ദുനിയാവിന്റെ കാര്യത്തിൽ ആഖിറമില്ലാതെ ദുനിയാവ് മാത്രം പറഞ്ഞാൽ ഭർത്താവ് അവളോട് പിണങ്ങണം, കഴിഞ്ഞാൽ പിണങ്ങിയിട്ട് അവളെ കിടപ്പറയിൽ നിന്ന് മാറി കിടക്കണമെന്ന് അള്ളാന്റെ ഖുർആനിന്റെ സംഭവം നോക്കുക. നമ്മൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? നമ്മൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? എന്റെ പെങ്ങളെ, നിങ്ങൾ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ കാര്യം മാത്രം ഭർത്താവിനോട് പറയുന്നുവോ? ഇത് ഖുർആനാണ്, ഖുർആനാണ്. എന്റെ ഭാര്യയെപ്പോഴും സാരിയുടെ കഥയാ പറയുന്നത്, അവളെപ്പോഴും ദുനിയാവിന്റെ കഥയാ പറയുന്നത്. ഒരിക്കൽ പോലും അവള് പറഞ്ഞിട്ടില്ല നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കുറച്ചുകൂടി വേണ്ടേ, കുറച്ചുകൂടി ദിക്ർ ചെല്ലണ്ടേ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാ മതിയോ, നാളെ ഖബറിൽ പോയി കിടക്കേണ്ടതല്ലേ?
ദിവസമെങ്കിലും നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ ഇണങ്ങി. അതോടൊപ്പം എന്റെ പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കേൾക്കണോ? അർബഅത്തും മിനൻ നിസാഇ ഫിന്നാർ. 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്. 4 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാണ്. സമയം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അത് ഞാൻ നാളെ പറഞ്ഞുകൊള്ളാം. അതിലൊരു വിഭാഗം പെണ്ണാരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്റുബു വന്നൂം. അവൾ ഉറക്കവും തീറ്റിയും കുടിയുമല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്ത പെണ്ണ്. ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാത്ത പെണ്ണ്. അവളുടെ ജോലി എന്താ? രാവിലെ മുതൽ അടുക്കളയുള്ള ജോലി ഒതുക്കിയിട്ട് ഉച്ചയാകുമ്പോൾ ളുഹർ നിസ്കരിക്കൂല. റിമോട്ടുമായി ടിവിയും കണ്ടു വൈകുന്നേരമായി കഴിയുമ്പോ സീരിയലിന് മുമ്പിലെത്തി എങ്ങനെയൊക്കെയോ കിടന്നിറങ്ങുന്ന പെണ്ണ്. അവളുടെ ആകെ ഒരേ ഒരു ചിന്ത എത്രയാ? തീറ്റയും കുടിയും ഉറക്കവുമല്ലാതെ മറ്റൊരു ജോലി അവൾക്കില്ല. അവള് നാളെ നരകത്തിലാണെന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. തന്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ ഭർത്താവ് പിണങ്ങി മാറി കിടക്കണം. റസൂലുള്ള പള്ളിയിൽ പോയി കിടന്നു. ഭാര്യമാരുടെ അടുക്കലോട്ട് പോകാറേയില്ല. ദിവസം 1 കടന്നു, 2 കടന്നു, 3 കഴിഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകൾ കടന്നുപോയി. റസൂലുള്ള ഭാര്യമാരോട് പിണങ്ങിയ കഥ നാട് മുഴുവനും അറിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാമെന്നു. റസൂലുള്ള കാണാൻ അനുമതി കൊടുത്തില്ല. ഉമർ ഫാറൂഖ് കാണാമെന്നു അനുമതി കൊടുത്തില്ല. അലിയുൽ മുർത്തദ കാണാമെന്ന് അനുമതി കൊടുത്തില്ല. ബിലാൽ പോലും ചോദിച്ചു, ഞാനൊന്ന് വരട്ടെ നബിയെ, ഒരു സഹാബത്തിന് മുഖം കാണിക്കാറ്. റസൂലുള്ള പള്ളിക്കുള്ളിൽ ഒരു വ്യാമൂഢനായ ഒരാളോട് മിണ്ടാട്ടമില്ല, പിണങ്ങിയിരിക്കുകയാ. എന്താണെന്നറിയുമോ? ഭാര്യയെ കുറിച്ചുള്ള ചിന്തയാണ്. ഭാര്യയെ കുറിച്ചുള്ള ചിന്തയാണ്. ആയിഷ ബീവി പറഞ്ഞുപോയി, അള്ളാന്റെ റസൂലിനെ കാത്തു കാത്ത് ഞാൻ വഴിയോര കണ്ണുമായി കാത്തിരിക്കും. പക്ഷേ റസൂലുള്ള വരാറില്ല. എനിക്ക് തോന്നി റസൂലുള്ളയോട് ഈ കാര്യം പറയേണ്ടിയിരുന്നില്ല. ഉള്ളത് കൊണ്ട് വല്ലാതെ ജീവിച്ചു പോയാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്നവരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആയിഷ ബീവി ആർഭാടത്തിനു വേണ്ടി പറഞ്ഞതല്ല. ആയിഷ ബീവി കഷ്ടപ്പെട്ട് തന്നെയാണ് കൂടെ ജീവിച്ചത്. അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞു പോയടാ. ആയിഷ ബീവി എത്ര കഷ്ടപ്പെട്ട് റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചതാണെന്നറിയുമോ? അള്ളാന്റെ റസൂൽ ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തില് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. ആയിഷ, വിശക്കുന്ന മോളെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി വീട്ടിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നു. അടുക്കളപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കാരക്ക പോലും കഴിക്കാനില്ലാതെ റസൂലുള്ള കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് കരുതി കുറെ കഴിയുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലാണ് കേൾക്കുന്നത്. നോക്കുമ്പോൾ ആയിഷ ബീവി മുഖം കുനിച്ചു നിന്ന് തിങ്ങി തിങ്ങി കരയുകയാണ്. അള്ളാന്റെ റസൂൽ ഓടിച്ചെന്ന് ആയിഷ ബീവിയുടെ താടിയിൽ പിടിച്ചുയർത്തുമ്പോ 2 കണ്ണുകളിലൂടെ കണ്ണുനീര് തടം തെല്ലിയാത്തെടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ ആയിഷ? റസൂലുള്ളയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് വിശന്ന് വരുന്നെന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോ തരാൻ എന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴ മരത്തിന്റെ കുരു പോലുമില്ല നബിയേ. തന്റെ ഭർത്താവ് പൊരിഞ്ഞ വയറുമായി വന്ന് നിൽക്കുമ്പോ എടുത്തു കൊടുക്കാൻ ഒരു കാരക്ക പോലും കയ്യിലില്ലാതെ ആയിഷ ബീവി കരയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ കരയണ്ട മോളെ, ഇന്ന് കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ, കഴിക്കാൻ ഒരു നേരം ഭക്ഷണമില്ലാതിട്ട് സുന്നത്ത് നോമ്പ് പിടിച്ചൊരു നായകന്റെ കഥ പറയാനുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവര് ജീവിച്ചത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മസ്റൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ആയിഷ ബീവി മസ്റൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണം കൊടുക്കുകയാണ്. മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തെല്ലിയാത്തൊടുക്കുന്നു. തന്റെ ഭർത്താവിന്റെ മരണശേഷം ആയിഷ ബീവി ഭക്ഷണം കൊടുക്കുകയാണ്. മസ്റൂഖിന് കണ്ണിലൂടെ കണ്ണുനീര് പ്രവഹിക്കുകയാണ്, ഒരു തൊടല് പോലെ. മസ്റൂഖ് ചോദിച്ചു, എന്തിനാ ഉമ്മുൽ മുഅ്മിനീൻ
നീ കരയുന്നത് എന്തിനാ? ആ സമയത്ത് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താന്നറിയുമോ പെങ്ങളെ? മസ്റൂഖേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ധാരാളമായി കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്. 10 പേര് വന്നാലും എടുത്തു വിളമ്പി കൊടുക്കാൻ ആയിഷയുടെ വീട്ടില് ഭക്ഷണമുണ്ട്. പക്ഷേ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ എന്റെ റസൂലുള്ളാഹിനെ ഓർത്തുപോയി. എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ജീവിതം ഞാൻ ഓർത്തുപോയി. എന്റെ ഭർത്താവ് എന്റെ മുമ്പിൽ പൊരിഞ്ഞ വയറുമായി വന്നിട്ട് ഒരു കാരക്കയുടെ കീറെടുത്ത് കൊടുക്കാൻ എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ആ കാര്യം ഞാൻ ഓർത്തുപോയി. ഇന്ന് എത്രയോ സുഭിക്ഷതയാണ് നമുക്കെന്ന് പറഞ്ഞ് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയേറെ കട്ടപ്പാടിലും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആഡംബരത്തിന് വേണ്ടി പറഞ്ഞതല്ല, ആർഭാടത്തിന് വേണ്ടി ചോദിച്ചതല്ല, സഹിക്കാൻ കഴിയാതെ പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹിയുടെ വിയോഗാനന്തരം ആയിഷ ബീവി കൂട്ടുകാരികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ഒരിക്കൽ വല്ലാത്ത സന്ധ്യാസമയം, വെളിച്ചമില്ല, ഞാൻ തുന്നിക്കൊണ്ടിരിക്കുകയാണ് സൂചി കൊണ്ട്. ആ സൂചി എന്റെ വിരലിൽ തുളച്ചു കയറി, എന്റെ വിരലിലൂടെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് റസൂലുള്ളാഹിയോട് ആവലാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇവിടുത്തെ ഉമിനീർ എന്റെ മുറിവിൽ തൊട്ടു തന്നപ്പോ എന്റെ മുറിവ് മുഴുവനും ഭേദമായി പോയി. ഇത് കേട്ട കൂട്ടുകാരി വെറുതെ ചോദിച്ചവത്രേ, ആയിഷ, ഇരുട്ട് നേരത്ത് നോക്കിയത് കൊണ്ടല്ലേ കയ്യിൽ സൂചി കയറിയത്? നിനക്ക് ആ സമയത്തൊന്ന് വിളക്ക് കത്തിച്ചിട്ട് നോക്കിക്കൂടായിരുന്നോ? ഓ സമയത്ത് ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ആയിഷ ബീവി പറയുകയാണ്, എന്താ ചോദിച്ചത്? വിളക്ക് കത്തിച്ചിട്ട് നോക്കുവാനോ? ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് വിളക്ക് കത്തിക്കാനുള്ള മണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങളുടെ ദാഹം തീർക്കുമായിരുന്നു. വിളക്ക് കത്തിക്കാൻ എണ്ണ പോയിട്ട് കുടിക്കാനുള്ള പച്ചവെള്ളം പോലും വീട്ടിലില്ലാത്ത അവസ്ഥ. രാത്രിയിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ ഇരുട്ടത്തിരുന്ന് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. സന്തോഷത്തിലും സന്താപത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിൽ കൈപിടിച്ചു ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ ഭർത്താവിന്റെ എല്ലാ ഇല്ലായ്മകളിലും ഓരം പറ്റി ചേർന്ന് നടന്ന ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇല്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിക്കണ്ട എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. റസൂലുള്ള ദുഃഖത്തോടെ പള്ളിയിലിരിക്കുമ്പോ അതാ റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അതാ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിറങ്ങി, നബിയേ, ഓ നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കൂ, ഇൻകുന്തുന്ന തുരിദിനൽ ഹയാത ദുനിയാ വസീനതഹാ, ഈ ദുനിയാവും അതിന്റെ ആഡംബരവുമാണോ അവർക്ക് വേണ്ടത്? ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചൊടുങ്ങിയാ മതിയോ? ഫതആലൈന, പെണ്ണുങ്ങളോട് വരാൻ പറയും നബിയേ, ആയിഷയോട് വരാൻ പറയും നബിയേ, ഉമ്മു സലമയോട് വരാൻ പറയും നബിയേ, സൈനബിനോട് വരാൻ പറയും നബിയേ. അവരെ മാന്യമായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടേരെ നബിയേ, അവരിഷ്ടമുള്ളതുപോലെ ദുനിയാവിൽ ജീവിച്ചോട്ടെ. അള്ളാഹുവിനെ വിളിക്ക് നബി ആ പെണ്ണുങ്ങളെ. ആയിഷയോടും സൈനബിനോടൊക്കെ വരാൻ പറ, അവരെ ഒഴിവാക്കി വിട്ടേരെ, അവരെങ്ങനെയെങ്കിലും ദുനിയാവിന് വേണ്ടി ജീവിച്ചോട്ടെ. അതല്ല, ദുനിയാവും അല്ല, അതിന്റെ ആഡംബരമല്ല, പിന്നെ എന്ത് വേണം?
وإن كنتن تردن الله ورسوله والدار الآخرة അള്ളാനെയും അവന്റെ പ്രവാചകനെയും നാളെ സ്വർഗത്തിലൊരു ഭവനവുമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവരോട് പറയും നബിയേ, അല്ലാഹു ഒരു ത്യാഗത്തിന് പകരം കൊടുക്കുമെന്ന് പറയും നബിയേ. അള്ളാന്റെ പ്രവാചകനായ ഇറങ്ങേണ്ട താമസം റസൂലുള്ള പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് നടക്കുകയാണ്. ആയിഷ ബീവി റസൂലുള്ളാന്റെ നിഴൽ വെളിച്ചം കാണുമ്പോ ആയിഷ ബീവി ഓടി വന്ന് റസൂലുള്ളാനെ കെട്ടിപ്പിടിച്ചു പറയുന്നു, ഓ നബിയേ, അള്ളാന്റെ റസൂലേ പിണങ്ങിയോ നബിയേ. ഓടി വന്ന് കയ്യിൽ പിടിച്ചു ഭാര്യ പറയുമ്പോ റസൂലുള്ള ദേഷ്യത്തോട് പറഞ്ഞു, മാറി നിൽക്ക ആയിഷ, ആയിഷ മാറി നിൽക്ക ആയിഷ. പേടിയോടെ ആയിഷ ബീവി മാറി നിന്നു. അള്ളാന്റെ റസൂൽ വന്നു. ഖുർആനിൽ അള്ളാഹു 2 ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുക, ദുനിയാവും അതിന്റെ ആഡംബരവും തരാം, അതല്ലെങ്കിലോ അള്ളാഹുവിനെ സ്വർഗവും തരാം. ഏതാ വേണ്ടതെന്ന് പറയാ ആയിഷ. ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് ഭീതിയോടെ നോക്കി. അള്ളാന്റെ പ്രവാചകൻ, ആയിഷ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഒക്കെ ചോദിച്ച് ആലോചിച്ചിട്ട് വന്നിട്ട് പറഞ്ഞാ മതി, സ്വർഗം വേണോ ദുനിയാവ് വേണോ. ഇത് കേൾക്കേണ്ട താമസം പെങ്ങളെ ആയിഷ ബീവി എന്ത് ചെയ്തെന്നറിയോ? പിന്നീടൊന്നും ആലോചിക്കേണ്ട സമയമില്ല. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്താ നബിയെ പറയുന്നത്? സ്വർഗത്തിന്റെ കാര്യത്തിൽ ആലോചന വേണോ? എന്റെ ഉപ്പയോടും ചോദിക്കണ്ട, ഉമ്മയോടും ചോദിക്കണ്ട, സഹോദരങ്ങളോടും ചോദിക്കണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ. എല്ലാ കട്ടപ്പാടും ഞാൻ സഹിച്ചുകൊള്ളാം നബിയേ. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, എല്ലാ കട്ടപ്പാടും ഞാൻ സഹിച്ചോളാം, എനിക്ക് സ്വർഗം മതി. അവർക്ക് സ്വർഗം മതി. നമുക്കോ അള്ളാഹു നമ്മളെ സ്വർഗാവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗാവകാശികളിൽ പെടുത്തുമാറാകട്ടെ. സഹോദരിമാരെ സ്വർഗാവകാശികളിൽ പെടുത്തണം. എന്ത് ചെയ്യണം? അള്ള പറഞ്ഞു ചെയ്യണം, എന്നാലേ അള്ള സ്വർഗത്തിൽ പോവുള്ളൂ. അള്ള ചെയ്യാൻ പറഞ്ഞ് ചെയ്യണം, അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. സ്വർഗത്തിൽ പോകാൻ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്കും പോകാം. അപ്പൊ അള്ള ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാവരുത്. അള്ള എന്താ ചെയ്യരുതെന്ന് പറഞ്ഞത്? ഖുർആൻ ഒരു 6 കാര്യം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 6 കാര്യം പറയുമ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം തീരും. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. ഖുർആനിലെ രാത്രി പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ ഖുർആനിലെ സ്ത്രീ തീർന്നാൽ ഖുർആനിലെ രാത്രി, ഇല്ലെങ്കിൽ നാളെ ഖുർആനിലെ സ്ത്രീ. ഒരു 6 കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് അത് ചെയ്യും. സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ശരിയാ, ഇടി കിട്ടണ പരിപാടിയാണല്ലോ പറയുന്നത്. BP ഉണ്ട് ആർക്കെങ്കിലും? BP ഉള്ളവരുണ്ട്? BP എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭാര്യയെ പേടിയുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവിന്, ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ ആവശ്യം അവര് മാത്രം കേട്ടാൽ പോരാ, ഭർത്താവും കൂടെ കിട്ടി 2 പേരും കൂടെ ഇരുന്ന് കേൾക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മൾ അതിന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഖുർആനിലെ സ്ത്രീ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, നാളെ 2 പേർക്കും കൂടെ ഉള്ള കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന നാളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പറയണോ കുടുംബജീവിതം? ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന് സ്ത്രീകളുടെ മാത്രം പറഞ്ഞിരിക്കാം. നാളെ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കണം. എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ബാധ്യത എന്താ? എന്റെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? വീട്ടിൽ പോയി അവള് നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് പിടിക്കുന്നുണ്ടോ, ദിക്ർ ചെല്ലുന്നുണ്ടോ, അവള് മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? ഇല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം കയറി വന്നു, വീണ്ടും പോയി കിടന്നു, പിന്നെ ഇതല്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചുള്ള ജോലി എന്താ? അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം. ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കരുത്. അത്യാവശ്യം കഴിഞ്ഞാൽ അവിടെ പോകണം, വീട്ടിൽ പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹാബി ഒരു കുതിരയിൽ സ്പീഡിൽ അങ്ങ് പോവാണ്. മറ്റുള്ള സഹാബാക്കളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഒരു സഹാബി കുതിരപ്പുറത്ത് കയറി ഭയങ്കര സ്പീഡിൽ പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാറിലൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ ചില ചെറുപ്പക്കാർ ബൈക്കിൽ പോകണമില്ലേ, വെടി കൊണ്ട വെരുക് പോണമാരൊരു പോക്ക് പോണമാണ്.
നമ്മളിങ്ങനെ കാറിയിരിക്കും, ഒരു പോക്കങ്ങോട്ട് പോണതാണ്. അവന്റെ പുറകിൽ അവന്റെ ആസനത്തിൽ ആരോ പടക്കം വെച്ചിട്ട് പുറകെ തീയും കൊളുത്തിക്കൊണ്ട് പറഞ്ഞമാര് ഒരു പോക്കാണവൻ, നിൽക്കൂല എന്ന് പറഞ്ഞമാരി ഒരു സഹാബി, റസൂലുള്ള പോലും പുറകെ വരുന്നുള്ളൂ, ഒരു സഹാബി കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പുറകെ ഓടി ആ സഹാബിയുടെ തൊട്ടടുത്തെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ജാബിർ, ജാബിറെ. ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിറെ, ഇത്ര സ്പീഡിൽ നീ എവിടേക്ക് പോവുകയാണ്? ഞങ്ങളൊക്കെ പുറകിലല്ലേ. എവിടേക്കാണ് ജാബിറെ നീ പോകുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തെല്ലു നാണത്തോടെ റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളെ ആയുള്ളൂ, അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്കട്ടെ നബിയെ. റസൂലുള്ളാഹിയോട് ജാബിർ തന്നെ, നബി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളല്ലേ ആയുള്ളൂ, അപ്പൊ അത്യാവശ്യമൊക്കെ കഴിഞ്ഞല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ഞാനിനി വീട്ടിൽ പോട്ടെ നബിയെ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞ വീട്ടിൽ പോണം. ചുമ്മാ സെയ്ദ് ദുഖാനി കാജാബീഡിയും വലിച്ച് ന്യായവും പറഞ്ഞ് റോട്ടിൽ കയറുത്. മഗ്‌രിബായി, സന്ധ്യയായി, പണിയൊക്കെ കഴിഞ്ഞ് വന്നു, ഓഫീസ് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി നടക്കാൻ. നേരെ സന്ധ്യ ആകുമ്പോ എവിടെ പോകണം? സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ പോകണം, മഗ്‌രിബാകുമ്പോൾ വീട്ടിൽ എത്തണം. പെണ്ണുങ്ങളൊക്കെ മുസ്ലിയാരെ വാത് പറയിപ്പിച്ച് 2 സീരിയൽ കാണാൻ അത് സമ്മതിക്കൂല. അങ്ങേര് 6 മണിക്ക് വീട്ടിൽ കയറി വന്നാൽ ഇപ്പൊ അത് കാണാൻ പറ്റൂ. സന്ധ്യയാകുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞാൽ ഒരു ഭർത്താവ് വീട്ടിലെത്തണം. എന്നിട്ട് തന്റെ ഭാര്യ മഗ്‌രിബ് നിസ്കരിച്ചോ, വീട്ടിൽ മക്കള് ഖുർആൻ ഓതുന്നോ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം നന്നാവില്ല. കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 85% വീടുകളിലും ദാമ്പത്യ ബന്ധം തകർച്ചയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ 100 വീടുണ്ടെങ്കിൽ 15 വീട്ടിലെ സമാധാനമുള്ളൂ, 85 വീട്ടിലും പ്രശ്നമാണ്. പിന്നെ ചിലതൊക്കെ വെളിയിലറിയും, ചിലതൊക്കെ വെളിയിലറിയാതെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കും. അവസാനം എവിടെയെങ്കിലും പോയി എത്തും. ഇതാണ് അവസ്ഥ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ആ ബന്ധങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഇന്ന് ചെന്ന് പറയണം, കേൾപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എനിക്കൊരു വലിയ ആത്മവിശ്വാസം തോന്നല്ല. ഈ കണ്ടുകുഴിയ അല്ലേ? കണ്ടുകുഴി. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാർ. അപ്പൊ അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അപ്പൊ അള്ളാഹു സ്ത്രീകളോട് ഏതൊക്കെ കാര്യമാ ചെയ്യരുതെന്ന് പറഞ്ഞത്? എന്തൊക്കെയാ ചെയ്യരുതെന്ന് പറഞ്ഞത്? കേട്ടോളി, സൂറത്തുൽ അഹ്സാബ് അല്ലാഹു പറയുകയാണ്, യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ലഇന ബിൽ ഖൗൽ ഫയത്മഉ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വകുല്ല ഖൗലൻ മഅറൂഫാ. അല്ലാഹ് പറയുകയാണ്, ഓ നിസാകളെ, ഓ സ്ത്രീകളെ, ഇനി തഖൈതുന്ന, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, അള്ളാന്റെ കത്തിജ്വലിക്കുന്ന നരകം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നാളെ അള്ളാനെ പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, ഒന്നാമതായിട്ട് സ്ത്രീകളോട് അല്ലാഹ് പറയുകയാണ്, ഫലാ തഖ്ലൈന ബിൽ ഖൗൽ, നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതേ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമത് പറയുന്നു, അന്യപുരുഷനോട് നീ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. ഒന്നാമത്തേതാണ് സംസാരത്തിൽ മിതത്വം പാലിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. എന്തേ ഖുർആൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു? നിങ്ങൾ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? എല്ലാത്തിന്റെയും തുടക്കം സംസാരമാണ്, അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? സംസാരമാണ്. ഒരു മിസ് കോൾ വന്നു, തിരിച്ചു വിളിച്ചു, സംസാരിച്ചു, അടുത്തു. അതിലൂടെയാണല്ലോ ബന്ധങ്ങൾ പെരുകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാവോ? സംസാരം ഉണ്ടാവാൻ പാടില്ല. വ്യഭിചാരമൊക്കെ പിന്നേണ്ടാണ്, ആദ്യ സംസാരമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മളൊരു മാനസികമായ വശം മനസ്സിലാക്കിയാല് വെറുതെ നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞ് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ഉണ്ടാവരുതെന്നാണ് എന്റെ അർത്ഥം. ആ സാഹചര്യം ഉണ്ടാവരുത്. സ്വർഗം നഷ്ടമാകുന്ന ഒന്നും നീ ചെയ്യാൻ പാടില്ല.
ഇല്ല, നമ്മള് നല്ല കരിമീൻ പൊരിച്ചു കൊണ്ടുവന്നേ കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച് നല്ല കരിമീൻ പൊരിച്ച് കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച് അള്ളാഹുവിന്റെ മുത്തറസൂലാണ് നീ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? അള്ളാഹുടെ സത്യം പൂച്ച നീ ഇത് തിന്നല്ലേ, കരിമീനായിരിക്കണവൻ അവന്റെ മുമ്പിൽ വായി കൊണ്ട് വെച്ചിട്ട് അള്ളാഹുടെ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? ഇല്ല. അതുകൊണ്ട് ഖുർആൻ ഇവിടെ എടുത്ത സമീപനം എന്താ? ആ അവസരം ഇല്ലാതാക്കുക. പണ്ട് എസ് എ ജമീലിന്റെ ഒരു പാട്ടില്ലേ, ദുബായ് കത്തുപാട്ട് എസ് എ ജമീലിന്റെ. പണ്ട് ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാവില്ല, നേരത്തെ ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാം ദുബൈ കത്തുപാട്ട്. അറിയില്ല അഷ്റഫ് സാഹിബ്? പണ്ട് നേരത്തെ ഗൾഫിൽ നിന്നവർക്കൊക്കെ അറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, കുറച്ചുകൂടിയൊക്കെ ഏജ് ആയ ആളുകൾക്ക് അറിയാം. പണ്ട് ഈ ടെലിഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ദുബൈയിലോട്ട് കത്തുപാട്ട്. എനിക്ക് പാട്ടുപാടാൻ അറിഞ്ഞൂടെ, ഉഷാദൂലിയാണ് പാട്ട് പാടിയത്, എനിക്കത് അറിഞ്ഞുകൂടാ. എന്തായാലും ആവട്ടെ. അപ്പൊ എസ് എ ജമീലിന് ഒരു ഭാര്യ ദുബൈയിലിരിക്കുന്ന ഭർത്താവിന് എഴുതുന്ന ഒരു കത്തുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കൂടെ പോയവരൊക്കെ തിരിച്ചു വന്നു, നിങ്ങൾ മാത്രം തിരിച്ചു വരാത്ത എന്താ? ഞാൻ ഇവിടെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാനൊരു പെണ്ണാണ്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല, ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം ഓർക്കണമെന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലേ. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരം ഉണ്ടാകുമ്പോഴാണ് ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. അവസരം ഉണ്ടാക്കാൻ പാടില്ല. ഇത് മാനസികമായ സമീപനമാണ്, അല്ലാതെ ഖുർആൻ വെറുതെ തത്വം പറയലല്ല, മനുഷ്യനെ പ്രായോഗികവൽക്കരണത്തിലേക്ക് കാണിച്ചു തടന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ആദ്യമായി സംസാരത്തിലൂടെയാണ് അവിഹിതമായ ബന്ധങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് നീ അന്യപുരുഷനോട് പെണ്ണെ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. അതെന്തുകൊണ്ടായി അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതെന്ന് പറയുന്നത്? പെണ്ണുങ്ങൾ മോശമായതുകൊണ്ടല്ല, ഇരിക്കണ സ്ത്രീകൾ മോശമായിട്ടില്ല. നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാ, പള്ളി പെയിന്റ് അടിക്കാൻ 5 സ്വർണം തരണേ, അതുകൊണ്ട് നിങ്ങൾ നല്ല ആളുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയുന്നത്? ഈ ഇരിക്കണ പുരുഷന്മാര് ശരിയല്ല, നിങ്ങളോട് സംസാരിക്കണ പുരുഷന്മാര് ശരിയല്ല, നിങ്ങൾ നല്ല ആളുകളാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുന്നത് കേൾക്കുക. ഫയതുമഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഫയതുമഉല്ലദീ ഫീ ഖൽബിഹി, ഓ പെണ്ണെ, നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷനുണ്ടല്ലോ, അവൻ ചിലപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവനായേക്കാം, അവനൊരു ഞരമ്പ് രോഗിയായേക്കാം. സ്ത്രീയുടെ സ്വരവും ഒരു സ്ത്രൈണതയുടെ സ്വരമാണ്, അവളുടെ സ്വരത്തിന് ലാസ്യഭാവങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ സ്വരം പുരുഷന്റെ മധുരമായ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പുരുഷൻ നിന്നെ ആഗ്രഹിച്ചു വരുന്നവൻ മൃദുലമായ വികാരമുള്ളവനാണ്, അവനോട് നീ സംസാരിക്കരുതേ. അല്ലാഹ് പറഞ്ഞു ഫയത്തുമഉല്ലദീ ഫീ ഖൽബി, സംസാരിക്കാൻ വന്ന പുരുഷൻ ഞരമ്പ് രോഗിയായേക്കാം. ഞാൻ പറയണല്ലാട്ടോ, ഖുർആന്റെ അർത്ഥമാണ്. ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലുണ്ട്. മറലുൻ, എന്തോന്നാ ഇസ്ലാമി അർത്ഥം? രോഗം ഉണ്ട് അല്ലെ? ആ രോഗമാണ് ഞരമ്പ് രോഗം. അവനോട് സംസാരിക്കരുത്. ആ സംസാരം പോലും ആരെയും വീഴ്ത്തും. എന്റെ സഹോദരങ്ങൾ, ഒന്നും വേണ്ട, നെടുമങ്ങാട് വെഞ്ഞാറമൂട് പനയമുട്ടത്ത് ഹർഷകുമാറും റജീല ബീവിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? റജീല ബീവിയുടെ ജേഷ്ഠത്തി ഒരു ദിവസം മൊബൈൽ ഫോണിൽ വിളിക്കാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത് താമസിക്കുന്ന ജീപ്പ് ഡ്രൈവറായ ഹർഷകുമാറിന്റെ മൊബൈലിൽ നിന്ന് റജീല ബീവിയെ വിളിച്ചതിന് ശേഷം ഹർഷകുമാർ ആ ഫോണിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ അകലാൻ കഴിയാത്ത ബന്ധമായി. ആര്? 28 വയസ്സുകാരനും 40 വയസ്സുകാരിയും തമ്മിൽ. തുടക്കം എവിടെയാ? സംസാരത്തിലാണ്. ഖുർആൻ പടിതടച്ചു പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എന്ത് ചെയ്യും? ഒരു അന്യപുരുഷൻ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കടയിൽ പോയി സംസാരിക്കണ്ടേ? വീട്ടില് പോസ്റ്റ്മാൻ വന്നു, നിങ്ങൾക്കൊരു കത്തുണ്ടെന്ന് തോന്നും എന്ന് പറയാൻ പറ്റുമോ? ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്ന, ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി, പ്രഷർ വന്നു, ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ ആ കുപ്പായത്തിന്റെ കൈയൊന്ന് എന്ന് പറഞ്ഞ് 1:30 ദൂരദർശനി വാർത്ത വായിക്കണോ പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ ഒരാളോട് സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്.
മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പലരോട് സംസാരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? അത് തന്നെ അള്ളാഹ് തന്നെ പറഞ്ഞു തരട്ടെ. അള്ളാഹു തന്നെ പറയുകയാണ്, നിനക്ക് സംസാരിക്കേണ്ടി വന്നോ? വഖുൽന ഖൗലൻ മഅറൂഫാ വഖുൽന ഖൗലൻ മഅറൂഫാ. തറവാട്ടിൽ പിറന്ന പെണ്ണിനെ പോലെ, അഭിമാനമുള്ള പെണ്ണിനെ പോലെ, ലജ്ജയുള്ള പെണ്ണിനെ പോലെ, കുടുംബത്തിൽ പിറന്ന പെണ്ണിനെ പോലെ മാന്യമായിട്ട് നീ സംസാരിക്കണേ. മാന്യമായിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മാറിപ്പോയിക്കൊള്ളുക. അള്ളാഹ് പറഞ്ഞ നീ ഊമയൊന്നും ആവണ്ട. സംസാരിച്ചപ്പോ കുൽന ഖൗലൻ മഅറൂഫ, മാന്യമായ രീതിയിൽ സംസാരിച്ചോളി. ഒരാൾ വന്ന് സംസാരിക്കേണ്ടി വന്നു, മാന്യമായിട്ടൊരു ശൈലിയില്ലേ? ഇപ്പൊ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു, കോളിംഗ് ബെൽ അടിച്ചു, താത്ത വന്ന് വാതിൽ തുറന്നു. ഭർത്താവില്ല, അവള് മാത്രമേ വീട്ടിലുള്ളൂ. ഭർത്താവ് വന്നിട്ട് കൂട്ടുകാരൻ ചോദിച്ചു, പിന്നെ ഭർത്താവ് ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചാലേ ഒരു 82 ഡിഗ്രി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആ വാതുപ്പടിയിലോട്ട് ചാരി അങ്ങ് വന്ന് വളയും കൊലുസും ഒക്കെ കയ്യിൽ കാണിച്ചിട്ട്, ഭർത്താവ് ഇവിടെ ഇല്ല, രാവിലെ പോത്തങ്കോട് പോണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, എപ്പം വരുമെന്ന് പറയാൻ പറ്റൂല, വരണ്ട സമയം കഴിഞ്ഞു, സാധാരണ ഈ സമയത്തൊക്കെ തിരിച്ചു വരണ, പക്ഷെ ഇതവരെ കണ്ടില്ല, എന്താന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും, സെൽ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, 9447453660. ഇത്രയും പറയാൻ നിൽക്കണ്ട. അവൻ ചോദിച്ചത് ഭർത്താവ് ഉണ്ടോന്നാണ്, നീ പറഞ്ഞതോ? അവൻ ആകെ ചോദിച്ചെന്താ, ഭർത്താവ് ഇവിടെ ഉണ്ടാന്നാണ് അവൻ ചോദിച്ചത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതോടെ തീരൂലായിരുന്നു. പിന്നെ നീ 944 പറയാൻ പറഞ്ഞ അതിന് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് തന്നെ. അതിന് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ഐഡിയയുടെ കണക്ഷൻ എടുത്താൽ നിന്റെ ജീവിതമേ ചേഞ്ച് ആകും. അത് പണ്ട് ഐഡിയയ്ക്ക് ഒരു പരസ്യം ഉണ്ടായിരുന്നു, റെയിലേ പോയാലും പട്ടി ഓടും എന്ന് പറഞ്ഞ മാതിരി അത് തന്നെ പരസ്യം. മൊബൈലിൽ ഒരു കണക്ഷൻ ഉണ്ട്, നീ പോണ വഴിയെ ചെറുക്കനോടും. എല്ലാ പരസ്യവും ശരിയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മാന്യമായി സംസാരിക്കുക. കുടുംബത്തിൽ പിറന്നവളെ പോലെ ആടിയും കുടഞ്ഞും കൊഞ്ചിയുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്. മൊബൈൽ എന്ന് പറഞ്ഞാൽ പണ്ട് മദ്യത്തെ പോലെ ഖുർആൻ പറഞ്ഞതുപോലെയാ. മദ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാ, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ധാരാളം പ്രയോജനമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ വന്നപ്പോ ധാരാളം ഉപകാരമുണ്ട്, അതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ട്. പാവപ്പെട്ട പ്രവാസി മലയാളി ഗൾഫിൽ പോയിട്ട് ചുട്ടുപിടുത്ത മണലാരണ്യത്തിൽ കട്ടപ്പെട്ടിട്ട് 5 വർഷം കഴിയുമ്പോ ഭാര്യയും മക്കളുമായി കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വരുമ്പോ എത്രയോ 2 അകത്ത് പോയി, 1 വെളിയിൽ വന്നു. വെറുതെ അല്ലേ, ഏതോ പെണ്ണുങ്ങൾ പ്രാവിയിട്ടുണ്ട്, ഇത് ഇയാളുടെ നാക്കൊന്ന് പിടിച്ച് അവിടുത്തെ അല്ല, ഇതിങ്ങനെ വരും. എത്രയോട് പ്രസംഗിച്ചിരിക്കണം. വല്ല വിട്ടിലും അകത്ത് പോയെങ്കിൽ നാളെ പോലെ ചാടി ചാടി അടക്കും ഞാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതോ സ്ത്രീകൾ ബദരീങ്ങളുടെ പേര് യാസീനോ, ഇങ്ങേരെ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു പടച്ചോൻ. ഇനി ഇതെല്ലാം കേട്ടിട്ട് അങ്ങേര് നാളെ വിളിക്കാതിരുന്ന എന്ത് ചെയ്യും? എന്നും വിളിക്കുന്ന ആളെ എന്നും വിളിക്കുന്ന ആൾ ഇതൊക്കെ വാദം കേട്ടിട്ട് അവനെങ്ങാനും തൗബ ചെയ്തിട്ട് നാളെ പോലെ വിളിക്കാതിരുന്നാ പോവില്ല. ആരോ ബദരീങ്ങളുടെ പേര് യാസീനോ. ഏതായാലും സഹോദരങ്ങള്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ എത്രയോ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. വല്ലാത്ത കഷ്ടമാണ്, കണ്ടു നിൽക്കാൻ കരയുകയാണ്. സഹോദരങ്ങളെ, എത്രയോ ഘട്ടമാണ് ഒരൊറ്റ മൊബൈൽ ഫോണിൽ വിളിച്ചതിന്റെ കാരണത്താലാണ്. വെഞ്ഞാറമൂട് ഷാജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോ കണ്ടത് പൊന്നുമോളുടെ മൃതദേഹമാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഭാര്യയാണ്. എത്രയോ കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കീലെത്തി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ, പെങ്ങളെ, നീ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകത്തല്ല, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി മാറുകയാണ്. നിന്റെ നേരെ കടുക കണ്ണുകളുമായി ആളുകൾ കൊത്തിവലിക്കുകയാണ്. അവിടെ പെങ്ങളെ ഈമാൻ വേണേ. അല്ലാഹ് പറയുന്നു, ഇനി തഖയ്തുന്ന, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ നീ നിന്റെ സംസാരത്തിൽ മിതത്വം പാലിക്കണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും തുടരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? സൂറത്തുൽ അഹ്സാബ്, വഖർന ഫീ ബുയൂതികുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. 2, അത്യാവശ്യത്തിനെ സംസാരിക്കാവൂ. 1,
അവസാനം എന്ത് നഷ്ടപ്പെട്ടു? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൊബൈൽ ഫോണിൽ വന്നേക്കാം, നിന്റെ കൂടെ ധാരാളം പുരുഷന്മാർ വന്നേക്കാം, ലോകം അതാണ്. പക്ഷെ നിനക്ക് നഷ്ടപ്പെടുന്നതോ? വെഞ്ഞാറമൂട് റജുലാ ബീവി കാമുകനുമായി രാസലീലകൾ ആടാൻ വേണ്ടി കണ്ടു നിന്ന മകളെ പോലും ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞു, സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ചു കളഞ്ഞു. അവസാനം എന്തു പറ്റി? കാമുകൻ ആത്മഹത്യ ചെയ്തു, ഭർത്താവ് ഉപേക്ഷിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, മകള് മരിച്ചും പോയി. എന്തായി? പണ്ട് ഉത്സവപ്പറമ്പിൽ മുച്ചീട്ട് കളിക്കുമ്പോ മറ്റേ പകിട കളിക്കുമ്പോ ആളുകൾ വിളിച്ചു പറയും, വെയ് രാജാവേ, 1 വെച്ചാ 2, 2 വെച്ചാ 10, പാലി അടിച്ചാ കമ്പനിക്ക്, പോലീസ് പിടിച്ചാ പെടലിക്ക് എന്ന് പറഞ്ഞ മാതിരി എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവില്ല, കാമുകനില്ല, മകളില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഇനി അവരുടെ ജീവിതം എന്താണ്? ഒരു നിമിഷം പിഴച്ചു പോയപ്പോ, ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെയാണ്, താഴെ വീണ് ചിതറിത്തെറിച്ചാൽ. ഇത് കേട്ടപ്പോൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വിഷയം സംഘാടകർ ചോദിച്ചപ്പോൾ ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു. നിന്റെ ദുനിയാവ് ഉണ്ടാവില്ല, എന്റെ ആഖിറം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കീൻ. ഇവിടെ അള്ള പറഞ്ഞിട്ട് പറയും, ഇനി തക്കയിത്തുന്ന, നിങ്ങൾക്ക് അള്ളാനെ പേടിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ള ഇത് പറയുന്നു. രണ്ടാമത് എന്ത് ചെയ്യണം? കർണ ഫീ ബുയൂത്തിക്കുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സ്ത്രീക്ക് അവളുടേതായ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിന്റെ ഭാര്യയെ ചാടിച്ച് നീ പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ശരി, ഇഷ്ടപ്പെട്ടില്ലേ. ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണ് പോകേണ്ടടുത്ത് പെണ്ണ് പോകണം, ആണ് പോകേണ്ടടുത്ത് ആണ് പോകണം. കല്യാണം നടക്കുന്ന ആഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ആണാണോ പെണ്ണാണോ? ആര്? പെണ്ണ്. രാവിലെ പറയും, ഇന്നൊറ്റ കല്യാണത്തിന് വേണ്ടേ, എനിക്ക് സമയം 200 രൂപ നീയും കൊടുത്തിട്ട് നീയും പോവും. എന്നിട്ട് നീ എവിടെ പോവും? ഭാര്യയുടെ കയ്യിൽ 200 രൂപയും കൊടുത്തിട്ട് കല്യാണ വീട്ടിൽ എഴുന്നള്ളിക്കാനുള്ളതാണോ? കല്യാണത്തിന് പോകേണ്ടത് നീയല്ലേ? ചെയ്യേണ്ടതുപോലെ ചെയ്ത് പഠിപ്പിക്കേണ്ടത്, കുടുംബത്തിന്റെ ബാലൻസ് തെറ്റാതെ നിർത്തേണ്ടത് പുരുഷനല്ലേ? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ ഇറക്കി വിട്ടത്? പലചരക്ക് കടയിലെ സാധനം വാങ്ങിക്കാൻ കഴിവത് നീയല്ലേ പോകേണ്ടത്? അതല്ലെങ്കിൽ മുതിർന്ന ആൺമക്കളല്ലേ പോകേണ്ടത്? എല്ലാത്തിനും നീ കറങ്ങി നടക്കാൻ വേണ്ടി സമയം കാണുകയും ബാക്കിയുള്ള കാര്യം മുഴുവനും ഭാര്യമേൽപ്പിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പാടില്ല. ഓ പെണ്ണേ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഇനി ഭർത്താവിന്റെ സ്ഥലത്ത് ഒരു പെണ്ണിന് പോകേണ്ടി വന്നു. പഞ്ചായത്ത് ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകണം, പലചരക്ക് കടയിൽ പോകണം, പച്ചക്കറി മേടിക്കാൻ പോകണം, ഇതെല്ലാത്തിനും പോകണം. പോയിക്കൊള്ളുക. പക്ഷെ എങ്ങനെ പോകണം? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത് തുമ്മ ഖറജത് മിൻ ബൈതിഹാ ഫമറത് അലാ ഖൗമിൻ ലിയജിദൂ റിഹാ ഫഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്ത പെർഫ്യൂം ഒന്നെന്റെ ശരീരത്തിലേക്ക് വാരിപ്പൂശി, എന്നിട്ട് അവൾ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് അവൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നടങ്ങി. എങ്ങോട്ടാണ്? ഫമറത്ത് അലാ ഖൗമിൻ ലിയജിദൂ റിഹാ, കണ്ടുകുടിയിൽ നിന്ന് നാവറമ്പലത്തോട്ട് പോകുന്ന ഈ റോഡിലൂടെ ആ പെണ്ണ് നടന്നു പോവുകയാ. ശരീരത്തിൽ വല്ലാത്ത പെർഫ്യൂമിന്റെ സുഗന്ധം ആഞ്ചു പൂശുന്നുണ്ട്. അട്രാക്ഷനുള്ള കളറുള്ള സാരി ചുറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, എന്തിനാണ് അവള് പെർഫ്യൂം അടച്ചതെന്നറിയുമോ? ലിയജിദൂ റിഹാ, കടത്തിണ്ണയിൽ ഇരിക്കുന്ന ചെറുപ്പക്കാര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോടെ ഒരു പെണ്ണെങ്ങാനും പെർഫ്യൂം അടിച്ചാ, സാരി വാരി ചുറ്റുമ്പോ അതിന്റെ കളറ് കാണുമ്പോ ചെറുപ്പക്കാര് കണ്ടിട്ട് തന്നെ ഒന്ന് നോക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു വസ്ത്രം എങ്ങാനും ഒരു പെണ്ണെടുത്തുടുത്താല്, പെങ്ങള് കല്യാണത്തിന് വേണ്ടി പോകുമ്പോ ആ സമയത്ത് സാരി ചുറ്റുമ്പോ ചുരിദാർ ഇടുമ്പോ ഏതെങ്കിലും ചെറുപ്പക്കാര് കാണട്ടെ എന്ന് പറഞ്ഞ് നിന്റെ വസ്ത്രം ഒരു ഭാഗത്ത് നിന്ന് മാറ്റിവെച്ചാൽ അവര് കാണട്ടെ എന്ന് പറഞ്ഞ് നീ അത് ധരിച്ചുകൊണ്ട് അവര് കാണാൻ വേണ്ടി റോഡിലൂടെ ആകർഷകമായി നടന്നു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവള് വ്യഭിചാരിയാണെന്നല്ല, അവള് വ്യഭിചരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനെ ക്ഷണിച്ചവളാണ്. അവള്
വ്യഭിചാരന്റെ ചെറുപ്പക്കാരന്റെ വികാരങ്ങളെ ഇളക്കി വിട്ടവളാണ്. വസ്ത്രധാരണത്തിലൂടെ മാദകമായ ഗന്ധത്തിലൂടെ അങ്ങനെ എങ്ങാനും ഇറങ്ങി നടന്ന വ്യഭിചരിക്കുന്ന പെങ്ങള് അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചരിക്കാൻ ക്ഷണിച്ചവളാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാഷ കടുത്തു പോയാലും ക്ഷമിക്കണം, പറയാതിരിക്കാൻ തരവില്ല. റസൂലുള്ള 3 പ്രാവശ്യം വന്ന് വഹിയ സാനിയ വഹിയ സാനിയ വഹിയ സാനിയ. അവള് സാനിയ മിർസാണെന്നല്ല, വഹിയ സാനിയ, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്. വ്യഭിചരിക്കണ്ട. വസ്ത്രമെടുത്തുടുക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ, ഇത് ചെറുപ്പക്കാര് കാണട്ടെ. റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോ ഈ കണ്ടുകൂടിന്ന് വാവറമ്പലത്തോട്ട് പോണ വഴിയിൽ റോഡ് സൈഡിൽ ഇരിക്കണ ഈ കടത്തിണ്ണയിരിക്കണ ചെറുപ്പക്കാരില്ലേ, LMV എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ല, ലോകമഹാവാളികള്. LMV ചെറുപ്പക്കാരിരിക്കുന്ന റോഡ് സൈഡിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സുഗന്ധം അടിച്ചുകൊണ്ട് പോയാ എന്റെ ജീവിത പെണ്ണിന് സുഖം പൂശാൻ പറ്റുന്നത് 2 നേരത്താ. എപ്പോഴൊക്കെയാ അത്? ഒരു പെണ്ണ് 2 നേരത്തിലേ സുഗന്ധം പൂശാവൂ. ഒന്ന്, ഒരു പെണ്ണ് ഏറ്റവും നന്നായിട്ട് പൗഡറിട്ട് കണ്ണെഴുതി, വാലിട്ട് കണ്ണെഴുതി, പിന്നെ കവളത്തൊടുക്കത്തെ കുത്തി പൗഡർ വിട്ട് നല്ല വസ്ത്രവും എടുത്തിട്ട് അവള് നിൽക്കേണ്ടത് ആരുടെ മുമ്പിലാ? സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. ഒരു പെണ്ണിന് 2 സമയത്തെ പെർഫ്യൂം പൂശാവൂ. ഒന്ന് ഭർത്താവിന്റെ മുമ്പില് നന്നായിട്ട് വസ്ത്രമെടുത്ത് അവളുടെ സൗന്ദര്യം മുഴുവനും അവൾ പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നിൽക്കുവോ ഭർത്താവിന്റെ മുമ്പിൽ? ഉച്ചയ്ക്ക് കടയിരുന്ന് ഭയങ്കര ചൂട്, ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് അടിച്ചാൽ വന്നിരിക്കും. ആ രാവിലത്തെ മത്തി ചൂരെല്ലാം കൂടെ അതിന്റെ ചെതുമ്പരെല്ലാം കൂടെ ഈ സൈഡിൽ കറുത്ത് ഇവിടെ ഇരിപ്പുണ്ടായി മാക്സിയിൽ. അവിടെ കുറച്ച് മുഖത്തും കുറച്ച് കയ്യിലും ഒരു വെണ്ടയ്ക്ക ഒരു മുരിങ്ങക്കയും വെച്ച് കയ്യിലൊരു കത്തിയൊക്കെ വെച്ച് നിങ്ങൾ വന്നാ പോയില്ലേ? ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് അവസ്ഥ എന്താ? അങ്ങനെ ചെതുമ്പലും പിടിച്ചിരിക്കും. ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞ് പാവപ്പെട്ടവന് വരുന്നു. 5 മണിയാകുമ്പോൾ അവൻ ഇറങ്ങി വീണ്ടും അവൻ പോയിട്ട് ഏതായാലും പോയി കണ്ടുകുഴി പോയി മർഹബാസ് ചോദിച്ച് പോയി സോഡാറിങ്ങുള്ള കുടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞ് അവനങ്ങ് പോകും. അവൻ വെളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പോയി നന്നായിട്ട് കുളിച്ച് മാക്സിയൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ചൊരുങ്ങി അയലോക്കത്ത് പോയിട്ടൊരു 40 നോട്ടീസിന്റെ വിത്തനയും പറഞ്ഞ് 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറിയിരുന്ന് പൈപ്പ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ പൈപ്പിൽ പോയി ഒതുവൊക്കെ എടുത്ത് നേരെ വന്ന് മുസല്ല എടുത്ത് ഫ്രണ്ടിൽ വെച്ച് 14 ഇഞ്ച് ടിവിയുടെ ഫ്രണ്ടിൽ പോയി റിമോട്ട് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഇഅ്തികാഫ ഇലാ അമാമി ഹാദൽ ടിവി ഇലാ നിഹായത്തി ഐഡിയ സ്റ്റാർ സിംഗർ അൽഹംദുലില്ലാഹ്. ഒരൊറ്റയിരിപ്പ്. അതുവരെ എന്തോ ഒരു മൊഞ്ച. അതിന് ഭർത്താവ് വീട്ടിൽ ഇരിക്കണ സമയത്തുണ്ടാ ഒരു ഭാര്യ യഥാർത്ഥത്തിൽ, ഞാനിതൊക്കെ ഒരു കുടുംബജീവിതം പറയുമ്പോൾ അതിന്റെ ഒത്തിരി വശങ്ങളിലേക്ക് പോകണം, നമ്മുടെ ഒരു പൊതു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് വേറൊന്നിനെ കുറിച്ച് ആഗ്രഹിക്കാതെ ആ ഭർത്താവിനെ തനിക്ക് അള്ളാഹു തന്ന സൗന്ദര്യം കൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതമൊക്കെ പറയും. കബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. പിന്നെ 2ാമത് പെർഫ്യൂം പൂശ എപ്പോ? അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിയിട്ട് നിൽക്കും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിയിട്ട് നിൽക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള പറഞ്ഞു, നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാൽ അവളെ വിചാരത്തിന്റെ കുറ്റമാണ്. 3 മൂന്നാമത്തേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്തില് പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണെ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ല. ജാഹിലിയ കാലഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണെ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ? പെരുന്നാളിന്
ദിനം തന്നിൽ തകർനാടും ബിംബമേ, തകർനാടും ബിംബമേ. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ ചുറ്റും വന്നിട്ട് ഉടുതുണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിന്റെ വസ്ത്രവിധാരണത്തിൽ ശ്രദ്ധിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരൊറ്റ സഹോദരിമാരോട് പറയുകയാണ്. അറിയുമല്ലോ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹിനെ കാണാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തുമ്പോൾ ഒരു വല്ലാത്ത പൊട്ടിക്കരച്ചിൽ കേൾക്കാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചുവത്രേ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, എന്റെ മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച നബിയെ, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, എന്താ നബിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇന്നലെ പാതിരാത്രി ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ വന്നിട്ട് എന്നെ മിഅ്റാജിന്റെ യാത്ര കൊണ്ടുപോയി. സപ്തവാനങ്ങളും താണ്ടി കിടന്ന് അല്ലാഹുവിന്റെ മുമ്പിലെത്തി. അവിടെ ചെന്ന് ഞാൻ ഇത്തലഅത്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും കണ്ടുപോയി അലിയേ. ഇത്തലഅതു ഫിൽ ജന്നതി അക്സറു മിൻ ഉമ്മതി അൽ ഫുഖറാ, ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പാവങ്ങളെയാണല്ലേ. ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളില്ലേ. തന്റെ ഭാര്യ ഓപ്പറേഷന് കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ കെട്ടിവെക്കാൻ പൈസ ഇല്ലാതെ തൊട്ടടുത്ത വെട്ടിപുരുഷ തമ്പുരാക്കന്മാരുടെ അടുക്കൽ വന്ന് മുതലാളി 1000 രൂപ കടം വേണമെന്ന് ചോദിക്കുമ്പോ എന്തുണ്ടടാ പകരം ഈട് വെക്കാനെന്ന് ചോദിച്ചിട്ടൊന്നുമില്ലാത്തവൻ പാവപ്പെട്ടവൻ കൈമലത്ത് നിൽക്കുമ്പോ അവന്റെ കുടിലിന്റെ ഉള്ളിൽ ചെന്നിട്ടവൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞ് ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് 1000-ന് 100 വെച്ച് വട്ടിപ്പലിശ മേടിക്കുന്ന പെട്ടിപുരുഷ തമ്പുരാക്കന്മാർ, അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഞാൻ സ്വർഗ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ എന്നറിയോ? ഇത്തലഅതു ഫിന്നാരി അക്സറു മിൻ ഉമ്മതി അന്നിസാ, നരകത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണല്ലേ. സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്റെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഓരോ മാതാപിതാക്കളോട്, രാവിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി 2 ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ തുണിയിടാതെ മക്കളെ, പ്രായപൂർത്തിയാകാത്ത വായ മക്കളെ പറച്ചുവിടുന്ന ഓരോ മാതാപിതാക്കളും കേട്ടുകൊള്ളുക. വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു. യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ വയഖ്റുജു ഫീ ദുബരിഹാ വയലി ദിമാഉഹാ യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ, ആ പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീനാളങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാ. നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിന്റെ വായിലൂടെ പ്രവേശിക്കുകയാ. വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അതാ വയഖ്റുജു ഫീ ദുബരിഹാ, അവളുടെ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ. വായിലൂടെ കയറിയിട്ട് മനദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ ചൂട് കാരണത്താൽ വയലി ദിമാഉഹാ, അവളുടെ തല രണ്ടായി പൊട്ടിപ്പിളന്നിട്ട് ആ തലക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും നുരയും പതയുമായിട്ട് വെളിയിലോട്ട് ഒഴുകുകയാ. വൽ മലായികത്തു യസ്ബൂനൽ ഹമീമ അലാ റഅസിഹാ, മലക്കുകൾ തിളച്ചു മറിയുന്ന ചീഞ്ചലം അവളുടെ മുഖത്തോട്ട് കോരിയൊടുക്കുമ്പോ അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരുകി താടോട്ട് വീണിട്ട് എല്ലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുകയാ. മലക്കുകൾ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ട് അവളെ ആഞ്ഞു പ്രഹരിക്കുകയാ. റസൂലുള്ള പറഞ്ഞു, എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല.
വായിലൂടെ കയറിയ തീനാളങ്ങൾ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ റസൂലുള്ള ചോദിച്ചു, ജിബ്രീല് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഖുർആനിലെ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടിന്ന് തിരിച്ചു പോകണേ. ആ റസൂലുള്ളയോട് ജിബ്രീൽ പറയുന്ന, നബിയേ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? എന്ത് തെറ്റാ ചെയ്തേ? പെണ്ണുങ്ങയാ തെന്ന് ചെയ്തു പോയത്. അവള് വ്യഭിചരിച്ച പെണ്ണല്ല, അവള് മോഷ്ടിച്ച പെണ്ണുമല്ല, അവള് പലിശ മേടിച്ച പെണ്ണുമല്ല. പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റെന്താന്നറിയുമോ? റസൂലുള്ളയോട് ജിബ്രീൽ പറയുകയാണ്, നബിയേ, അല്ലതീ ലാ തസ്തുറു ശഅറഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പെണ്ണന്മാർ ഓർത്തുകൊള്ളണേ, നബിയേ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? അല്ലതീ ലാ തസ്തുറു ശഅറഹാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമറക്കാത്ത പെണ്ണാണ് നബിയെ, തലമറക്കാത്ത പെണ്ണാണ്, തലമറക്കാത്ത പെണ്ണാ. ഏ പെണ്ണെ, കേവലം തലമറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന, വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന, സൗന്ദര്യം മുഴുവനും മേനിൽ കാട്ടി നടക്കുന്ന പെങ്ങള്, കൂടുതൽ ഞാൻ പറയണ്ടല്ലോ. നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ പെങ്ങള്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്. ആ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, നരകത്തിന്റെ ചൂടെന്താന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാസു വൽ ഹിജാറ. നാളെ നരകത്തിൽ വിറകിന് പകരം അള്ളാഹു ഉപയോഗിക്കുന്നത് കല്ലുകളയാ. വിറകിന് പകരം നമ്മൾ വിറകിന് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിൽ തീ കൊടുക്കുക. മക്കളെ, നരകത്തിൽ കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, ഈ കിടക്കുന്ന കരിങ്കല്ല് ഇവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു തരാമോ? ഈ കല്ലിലൊന്ന് തീ പിടിച്ചിട്ട് തരാമോ? കാരണം ദുനിയാവിലെ തീ കൊണ്ട് കല്ലിന് തീ പിടിക്കില്ല. കല്ലിന് തീ പിടിക്കണമെങ്കിൽ, പ്ലാറ്റിനത്തിന് തീ പിടിക്കണമെങ്കിൽ 900 ഡിഗ്രി സെൽഷ്യസ് വേണം. സ്വർണത്തിന് തീ പിടിക്കണമെങ്കിൽ 800 ഡിഗ്രി സെൽഷ്യസ് വേണം. പക്ഷേ കല്ലിന് തീ പിടിക്കണമെങ്കിൽ 1.5 ലക്ഷം കോടി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ. ഇല്ല, 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ എങ്കിൽ ആ കല്ലാണ് നരകത്തിലെ വിറക് കൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കഴിയോ? 100 ഡിഗ്രി സെൽഷ്യസിലെ പറയുന്ന ഒരു വെള്ളം നീ ഒന്ന് തൊടാൻ പറ്റാറ്, ആ വെള്ളം തിളയ്ക്കുന്ന പാത്രത്തിന്റെ വക്കിലൊന്ന് പിടിക്കാ. ഒരു തുണിയെടുത്തിട്ട് 8ആയിട്ട് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ പിടിക്കുന്ന പെങ്ങള് ഏറ്റവും കൂടുതൽ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ? നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു, ഈ ദുനിയാവിലെ തീയുടെ 70 ഇരട്ടി കാഠിന്യമാണ് നരകത്തിലെ തീക്ക്. വല്ലാതെ കാഠിന്യമുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ 70 ഇരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ, നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ തലമറക്കാത്ത പെണ്ണിന് നാളെ സ്വർഗ നരകത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിനക്ക് ആർഭാടത്തോടെ നടക്കണോ? അതല്ല നാളെ സ്വർഗത്തിലെത്തണോ? എന്റെ സഹോദരങ്ങളെ, പുരുഷ കസരികളെ, നാളെ നരകത്തിലെത്തണോ? നാളെ നരകത്തിലെത്തണോ? നാളെ നരകത്തിന്റെ തീ പടർന്ന് കയറണോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? നരകത്തിന്റെ തീയിൽ നരകത്തിൽ കുടിക്കാനൊരു വെള്ളം തരും. വയുസ്കൗന മിർ റഹീഖിൻ മഖ്തൂം. നരകമെന്ന് കേട്ടുകൊള്ളുക ഒരൽപ്പനേരം. അള്ളാഹു നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം എന്താണെന്നറിയുമോ? ഫസാരിബൂന അലൈഹി മിനൽ ഹമീം. തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചൽ അത് കുടിക്കാൻ വേണ്ടി മുഖത്തോട്ടടിപ്പിക്കുമ്പോ അതിന്റെ ചൂട് കാരണത്താൽ കുടിക്കാൻ കഴിയാതെ പെടയുമ്പോ ദാഹകാരണത്താൽ നരകവാസികളെ ഹമീം കുടിച്ചു പോകും. കുടിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിലേക്ക് ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലം ഇറങ്ങുമ്പോ അവരുടെ
ശരീരത്തിനകത്തുള്ള വൻകുടലും മറ്റടക്കമുള്ള സർവ്വതും കത്തിക്കരിഞ്ഞ് അള്ളാന്റെ ഖുർആൻ പറയുന്നു കൽ മുഹിലി യഗ്ലീ ഫിൽ ബുതൂൻ. അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കൊടല് മുഴുവന് കരിഞ്ഞ് ചാമ്പലായി. കൽമുഹിലി എണ്ണക്കീടം പോലെ അവന്റെ രണ്ട് കാലുകളുടെ ഇടയിൽ മലദ്വാരത്തിലൂടെ വെളിയിലോട്ടിറങ്ങും. ടാർ ഉരുകി ഒലിക്കുന്ന ടാറ് താഴേക്ക് വീഴുന്നത് പോലെ അത് ടാറ് പോലെ ഒലിച്ചവന്റെ കൊടല് ഒലിച്ച് താഴേക്ക് ഇറങ്ങുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സഹിക്കാൻ കഴിയോ സഹോദരങ്ങള്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഫമാ അസ്ബറഹും അലന്നാർ, അള്ളാന്റെ നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു കാര്യം കൂടി പറയുന്നതിന് മുമ്പ് ഈ പ്രൗഢഗംഭീരമായ സദസ്സില് വിനീതനായ അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കേൾക്കാൻ താല്പര്യത്തോടെ എത്തിയ തിങ്ങി നിറഞ്ഞ എന്റെ പുരുഷാരത്തോട് ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. ജീവിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. പെങ്ങളെ, നിങ്ങളും സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. ഓ, സ്വർഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉത്തരാധികാരിയാണ്. ലികുല്ലി നബിയ്യിൻ റഫീഖും ബിൽ ജന്ന വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എനിക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗത്തിലെ കൂട്ടുകാരൻ ഈ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൈ ചൂണ്ടിക്കാണിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുഴുവനും വട്ടം കൂടി. കൊട്ടാരത്തിലിരുന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസല്ലയിൽ ഇരിക്കുമ്പോ എതിരാളികൾ കൊട്ടാരത്തിന്റെ വാതിലൂടി പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കൊട്ടാരത്തിന്റെ അകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് വെള്ളം പോലും കയറ്റി വിടുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും ഭാര്യയും മക്കളും ദിവസങ്ങളോളമായി പട്ടിണിയിലാണ്. ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് നോമ്പാണ്. രാവിലെ ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് സുന്നത്ത് നോമ്പ് വിട്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ തൊണ്ട വരളുകയാണ്. ജീവിതത്തിൽ ശരീരം മുഴുവനും ബലം നഷ്ടപ്പെടുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ് പിടിച്ച് അവസാനം അസർ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ കിടന്ന് തളർന്നുറങ്ങിപ്പോയി. പട്ടിണി കാരണത്താൽ സാധാരണ നോമ്പ് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അസർ കഴിയുമ്പോഴാണ്. ആ ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുമ്പോ നോമ്പ് തുറക്കാൻ ഒരു തുള്ളി പച്ചവെള്ളം വീട്ടിലില്ല. എല്ലാ ശത്രുക്കളും മുഴുവനും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അസർ കഴിഞ്ഞ മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നതെന്നറിയോ? അള്ളാഹു എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? നമ്മൾ എത്രയോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതേവരെ നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പൂമുഖമൊന്ന് കാണാൻ. മുഹമ്മദ് കി സീരത്ത് മുഹമ്മദ് കി ബാത്തേ സുനെ ഔർ സുനായേ ये जी चाहता है मदीना को जाए, ये जी चाहता है मुकद्दर बनाए, ये जी चाहता है. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എത്രയോ കനവുകൾ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ മുഖമൊന്ന് കാണാൻ
അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്ന റസൂലുള്ളാഹിയെ. എവിടെയാണ് റസൂലുള്ളാഹി? സ്വർഗ്ഗത്തിലിരിക്കുകയാണ്. വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടതുഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് മൂന്നുപേരും കൂടി സ്വർഗ്ഗത്തിന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉസ്മാൻ, ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വരളുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നബിയേ, തൊണ്ട വരളുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാൻ ഞങ്ങളുടെ കൂടെ വരുന്ന ഉസ്മാൻ, അതല്ല ദുനിയാവിൽ തന്നെ ഇനിയും താമസിക്കുന്നു, അതല്ല ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ മറുപടി പറയുന്നു, നബിയേ, ഞാനും വരുന്നു നബിയേ, അങ്ങയുടെ അടുത്തിരുന്ന് ഭക്ഷണം കുടിക്കാൻ ഞാൻ വരുന്നു നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാൻ, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല? ഇല്ല നബിയേ. അതാ പള്ളിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ തളർന്നു കിടക്കുന്നു. ആ കനവിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി തന്റെ കൈ നീട്ടി. ആ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ജലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലേക്ക് ഇട്ടിട്ടിറങ്ങി. സഹോദരങ്ങളെ, എതിരാളികൾ ചുറ്റുഭാഗം പ്രതിസന്ധികൾ നിൽക്കുമ്പോ കിടന്ന കിടപ്പിൽ സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് ഈ ഭൂമിയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകട്ടെ. ഇത്രയും വലിയ ഭാഗ്യം കിട്ടാൻ അവരൊക്കെ എന്ത് പറഞ്ഞാലും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ ചരിത്രം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഏതാണെന്നറിയുമോ? എങ്ങനെയാണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ വെള്ളം കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴൊക്കെ ദീനിന് വേണ്ടി ആവശ്യം വന്ന് സദക്ക ചോദിക്കും, റസൂലുള്ള സഹാബത്തിനോട് ചോദിക്കും, ദീനിന് വേണ്ടി ആവശ്യം വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു സദക്ക ചെയ്യാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് ആദ്യം ചാടി എഴുന്നേൽക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് പറയും, നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയെ. മദീനയിലെ ഒരുമാതിരി സാമ്പത്തികമുള്ള മനുഷ്യനാണ്. ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം സഹാബാക്കളുടെ തൊണ്ട വരളുകയാണ്, വെള്ളം കുടിക്കാനില്ലാതെ. മരുഭൂമിയിലൂടെ നടന്ന സഹാബത്തൊരു കിണർ കണ്ടു. സഹാബത്ത് ഓടിച്ചെന്ന് ഒരു തുള്ളി വെള്ളം കോരാൻ പോയപ്പോ കിണറിന്റെ ഉടമസ്ഥൻ യഹൂദി വന്നിട്ട് പറഞ്ഞു, ഇല്ല, തരില്ല, ഇത് നിങ്ങൾക്ക് വെള്ളം തരില്ല. മുമ്പിൽ കിണറ്റിൽ വെള്ളം കിടക്കുകയാണ്. തൊണ്ടവരണ്ട് സഹാബത്ത് നിൽക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഹൂദിയോട് ചോദിച്ചു, ഈ കിണറിന് എത്ര വില തരണം? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സഹാബത്തിന് വെള്ളം കുടിപ്പിക്കാൻ ഈ കിണർ ആര് വാങ്ങിച്ചിട്ട് സദക്ക ചെയ്യുമോ അവന് നാളെ ഞാൻ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ തരാമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല, ചാടി വന്നു യഹൂദിയോട് ചോദിച്ചു, ഈ കിണറിന്റെ വില എത്രയാണ്? യഹൂദി തക്കം നോക്കിയിട്ട് 10 ഇരട്ടി വിലയാണ് പറഞ്ഞത്. ആ വില സ്വർണ്ണ നാണയം അപ്പോൾ തന്നെ കയ്യിൽ കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തെ കുടിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഏ ഉസ്മാൻ, നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ. എപ്പോൾ പറഞ്ഞാലും ഒന്നും ചിന്തിക്കില്ല. അള്ളാഹുവിന്റെ നബിയെ, ഞാൻ തരാം നബിയെ എന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ് ഈ സദസ്സിലും ഒരു ഉസ്മാൻ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, 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 നൽകുമാറാകട്ടെ.